നമസ്കാരം. മോദി സർക്കാരിന്റെ പുതിയ ആയുധമായ വഖഫ് നിയമ ഭേദഗതി പാർലമെന്റിലെത്തി. ഭേദഗതിയുടെ പിന്നിലെ ഉദ്ദേശ്യം എന്താണ്? സർക്കാരിന്റെ നീക്കം രാജ്യത്തെ വീണ്ടും മതത്തിന്റെ പേരിൽ ചേരിതിരിഞ്ഞ് പോരടിക്കാൻ വഴിവെക്കുമോ? ഭരണഘടനയെയും മതേതരത്വത്തെയും ന്യൂനപക്ഷാവകാശങ്ങളെയും ഫെഡറൽ സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുന്നതാണോ മോദിയുടെ പുത്തൻ നിയമം? പൗരത്വ നിയമ ഭേദഗതി തുറന്നുവിട്ട അനിശ്ചിതത്വത്തിന്റെയും ആശങ്കയുടെയും ഭാരം വഹിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷത്തെ കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുമോ വഖഫ് നിയമ ഭേദഗതി? ഈ വിഷയമാണ് എൻകൗണ്ടർ പ്രൈം ചർച്ച ചെയ്യുന്നത്. വഖഫും വരുതിയിലേക്കോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ BJP-യിൽ നിന്ന് PR ശിവശങ്കർ, CPI-ൽ നിന്നും VPP മുസ്തഫ, മുസ്ലിം ലീഗിൽ നിന്ന് അബ്ദുറഹ്മാൻ രണ്ടത്താണി, MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ എന്നിവർ എൻകൗണ്ടർ പ്രൈമിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, എത്രമാത്രം ആശങ്കയാണ് നിങ്ങൾക്ക് ഇതുണ്ടാക്കിയിരിക്കുന്നത്? ഇന്ത്യയുടെ സവിശേഷത നമ്മുടെ രാജ്യം കാത്തു സൂക്ഷിക്കുന്ന മതേതര നന്മയാണ്. നാനാത്വത്തിൽ ഏകത്വം എന്നത് ഒരു ആലങ്കാരികമായ പ്രയോഗമല്ല. ഒട്ടേറെ മതങ്ങളും സംസ്കാരങ്ങളും ഒക്കെയുള്ള രാജ്യത്ത് ആ മതങ്ങൾക്കും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനൊക്കെ കഴിയുന്ന വിധമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പികൾ ഏറെ പാടുപെട്ട് രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കിയത്. ആ ഭരണഘടന ഒരുപാട് അവകാശങ്ങൾ നമുക്ക് വകവെച്ച് നൽകുന്നുണ്ട്. ആ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ 26-ാം മൗലികാവകാശം നമുക്ക് മതപരമായ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും മതപരമായ സ്വത്തുക്കളും ചടങ്ങുകളും ഒക്കെ സംരക്ഷിക്കുവാനും ഒക്കെ അവകാശം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 നമുക്ക് എല്ലാവർക്കും തുല്യമായ നീതിയും ഈ രാജ്യത്ത് നൽകുന്നുണ്ട്. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ പിൻബലത്തിലാണ് ഈ രാജ്യം നിലനിൽക്കുന്നത്. ഈ വഖഫ് സ്വത്തുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഇന്നുണ്ടായതല്ല. നമുക്കറിയാം, നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. മുഗൾ ഭരണകാലത്തിന് മുമ്പേ ഉള്ള ഒരു ചോദ്യം നേരിട്ട് ശ്രീ രണ്ടത്താണി, ഈ ഭേദഗതി നിലവിൽ വന്നാൽ വഖഫ് സംവിധാനത്തിൽ ഉണ്ടാകാൻ പോകുന്ന അതിസങ്കീർണമായ എന്തൊക്കെ പ്രശ്നങ്ങളാണ്? അല്ല, ഞാൻ പറയുമ്പോൾ അത് ബോധ്യമാവും. അത് കഴിഞ്ഞ് നമുക്കറിയാം, ഒട്ടേറെ ചർച്ചകൾക്ക് ശേഷമാണ് നമ്മുടെ രാജ്യത്ത് ആദ്യമായി ഭരണഘടനാപരമായി ഇതിൻ്റെ പിൻബലത്തോടു കൂടി തന്നെ വഖഫ് നിയമങ്ങൾ 1937 സ്വാതന്ത്ര്യത്തിന് ശേഷം 1954 ഭേദഗതി ഉണ്ടായി. പിന്നെ 5 ഭേദഗതികളുണ്ടായി. അതിൽ 84 സമഗ്രമായ ഭേദഗതിയാണ്. ആ ഭേദഗതിക്ക് ശേഷം 1995 വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്ത വിധം തന്നെ ആ ഭേദഗതി വന്നു. അതൊന്നും ഈ രാജ്യത്ത് എല്ലാവരുമായി ചർച്ച ചെയ്ത് എല്ലാവരുമായി സഹകരിച്ചാണ് ആ ഭേദഗതികൾ നടപ്പാക്കിയത്. ഇപ്പോൾ ഈ ഭേദഗതി വരുമ്പോൾ സ്വാഭാവികമായും ഈ വഖഫ് എന്ന് പറയുന്നത് ഒരാളുടെ മതപരമായ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഒരാൾ ദൈവിക മാർഗത്തിൽ അവൻ്റെ സ്വത്തുക്കൾ അവൻ ദാനം ചെയ്യുമ്പോഴാണ് അത് വഖഫായി മാറുന്നത്. അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നതിനുള്ള നിയമമാണ് വഖഫ് നിയമം. നമ്മുടെ രാജ്യത്ത് അത്തരത്തിലുള്ള ഒരുപാട് വഖഫ് സ്വത്തുക്കളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ മറ്റ് റെയിൽവേയെ പോലെയോ അതുപോലെ തന്നെ ധാരാളം സ്വത്തുക്കളുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് വഖഫ് എന്ന് പറയുന്നത്. ആ ഡിപ്പാർട്ട്മെൻറ്റ് വഖഫ് എല്ലാ കാലഘട്ടങ്ങളിലും സംരക്ഷിക്കപ്പെട്ടു പോരുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ആ വഖഫ് സ്വത്തുക്കൾ വിനിയോഗിക്കുന്നതിന് വേണ്ടിയുള്ള അധികാരത്തിൽ വരെ കഴിഞ്ഞ കാലങ്ങളിൽ വഖഫ് ബോർഡ് ഉണ്ടായിരുന്നു, വഖഫ് കമ്മീഷൻ ഉണ്ടായിരുന്നു. ആ വഖഫ് ബോർഡിലെ അംഗങ്ങൾ മതപരമായി ഇന്ന വിശ്വാസ പ്രമാണങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാകണം എന്നൊക്കെ പറഞ്ഞിരുന്നു, കൃത്യമായി പറഞ്ഞിരുന്നു. അത് വഖഫ് ബോർഡിന് മാത്രമല്ല, ദേവസ്വം ബോർഡിന് നമുക്കങ്ങനെയാണ്. ദേവസ്വം ബോർഡാണെങ്കിൽ ഹൈന്ദവ സമുദായത്തിലെ വിശ്വാസികളായ ആളുകളുടെ ഒരു നിയന്ത്രണത്തിലാണ് ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുക. ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് വഖഫ് ബോർഡിൻ്റെ നിയന്ത്രണം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ വഖഫ് ബോർഡിൽ ആദ്യം വഖഫ് ബോർഡിൻ്റെയും വഖഫ് കമ്മീഷൻ്റെയും ഒക്കെ അധികാരങ്ങൾ പൂർണ്ണമായി ഇല്ലാതെയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. കാരണം ഒന്നാമതായി ഇത്തരം വഖഫ് ബോർഡുകളുടെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് ഒതുങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കാരണം വഖഫ് ബോർഡിനോ വഖഫ് കമ്മീഷനോ അല്ലെങ്കിൽ അവർ നിർണ്ണയിക്കുന്ന ഓഫീസർമാർക്കോ ഒന്നും അധികാരങ്ങളില്ലാതെ എല്ലാം സർക്കാരിൻ്റെ ഭാഗമായി കലക്ടറിലേക്ക് അധികാരം നിക്ഷിപ്തമാകുന്ന രീതിയിലാണ് ഈ നിയമനിർമ്മാണത്തിൽ പറയുന്ന ഒരു കാര്യം. രണ്ടാമത്, ഈ വഖഫ് ബോർഡും വഖഫ് കമ്മീഷനും ഒക്കെ വരുമ്പോൾ തന്നെ ആ വഖഫ് ബോർഡിലേക്ക് വരുന്ന അംഗങ്ങളിൽ പോലും കൃത്യമായി പറയുന്നു ആ മുസ്ലിങ്ങളല്ലാത്ത അംഗങ്ങളുണ്ടാകണം.
എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. കാരണം ഒരു മതപരമായി ഓരോ മതങ്ങൾക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യത്ത് അവൻ്റെ മതവിശ്വാസത്തിൻ്റെ ഭാഗമായി അവൻ ചെയ്യുന്ന ഒരു ദാനം അത് വിശ്വാസികളായ ആളുകൾ കൈകാര്യം ചെയ്യണമെന്ന് എല്ലാ മതവിഭാഗങ്ങളും അനുസൃതമായ നിയമനിർമ്മാണമുള്ളൊരു രാജ്യത്ത് ഇവിടെ അമുസ്ലിങ്ങളായ ആളുകൾ വരണം എന്ന് പ്രത്യേകം പറയുക എന്ന് തന്നെ വളരെയേറെ എന്തൊരു ഉദ്ദേശശുദ്ധിയാണ് അതിനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്ന് മാത്രമല്ല, ഗവൺമെൻറ് എൻക്രോച്ച്മെൻ്റ് ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു വിഷയം വന്നാൽ അന്തിമമായി അത് ഗവൺമെൻറ്റിന് അനുകൂലമായി തീരുമാനമെടുക്കുന്ന വിധമായിരിക്കും അത് അവസാനിക്കുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് സത്യത്തിൽ വഖഫിൻ്റെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം വായിച്ചു നോക്കിയാലൊക്കെ നമുക്ക് കാണാൻ കഴിയും അതത് കാലഘട്ടങ്ങളിലൊക്കെയുള്ള കയ്യേറ്റങ്ങളുടെ കണക്കുകൾ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ വഖഫ് എന്ന് പറയുന്ന വിശ്വാസപരമായി ഒരാൾ ദാനം ചെയ്ത് അവൻ്റെ വഖഫ് സ്വത്തുക്കൾ ദാനം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് അവനാണ് തീരുമാനിക്കേണ്ടത്. അതുപോലെ ഒരു വിശ്വാസി, ആ വിശ്വാസിക്ക് ഇന്ന് ഞാനൊരു മതം വിശ്വസിച്ചാലും ആ മതപരമായ വിശ്വാസം ഇന്ന് മുതൽ എൻ്റേതാണ്. ആ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതിന് പകരം ഇതിനൊരു 5 വർഷം കാലപരിധി കൊടുത്ത് 5 വർഷം മുമ്പ് വിശ്വസിച്ചയാൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതിനൊക്കെ എന്ത് ന്യായീകരണമാണ്? അപ്പോൾ സ്വാഭാവികമായും വലിയ ദുരുദ്ദേശത്തോടു കൂടി ഒരു മതപരമായ വിശ്വാസ പ്രമാണങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നൊരു ജനതയ്ക്ക് മേൽ തെറ്റായ ചില വ്യാഖ്യാനങ്ങൾ നൽകി ഈ രാജ്യത്ത് മതങ്ങളെ തമ്മിലടിപ്പിച്ചും തങ്ങളുടെ രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടിയുള്ളൊരു നീക്കമാണ് നടക്കുന്നത് എന്ന് വളരെ കൃത്യമായും ബോധ്യമാകുന്ന വളരെ വിവേചനപരമായ ഒരു നിലപാടാണ് ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ആ ബില്ല് അവതരിപ്പിച്ചപ്പോൾ കണ്ടത്. ശരി, ശ്രീ VPP മുസ്തഫ, ഈ ഇന്ത്യൻ മതേതരത്വത്തെ അതുപോലെ തന്നെ ന്യൂനപക്ഷ അവകാശങ്ങളെ അതുപോലെ ഫെഡറലിസത്തെ എന്തിന് ഭരണഘടനയെ തന്നെ ലംഘിക്കുന്നതാണ് ഈ ഭേദഗതി എന്ന് നിങ്ങളടക്കം കരുതുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ മുന്നിൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ വന്നിരിക്കുകയാണല്ലോ ഈ ബില്ല് അവതരണത്തോടുകൂടി. ഈ ബില്ല് അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പാർലമെന്റ് അംഗങ്ങൾ അറിയുന്നതിന് മുമ്പേ മാധ്യമങ്ങളിലൂടെ മാലോകർ അറിയുന്ന അവസ്ഥയാണല്ലോ ഉണ്ടായത്. 2 ദിവസം മുമ്പ് തന്നെ അങ്ങനെ ഒരു വാർത്ത ലീക്ക് ചെയ്തു. ഇത് പതിവിൽ നിന്ന് വ്യത്യസ്തമാണ് വേണ്ടത്. നേരത്തെ BJP പലതരത്തിലുള്ള നിയമനിർമ്മാണങ്ങളും നടത്തിയത് എത്ര രഹസ്യാത്മകമായിട്ടാണെന്ന് നമുക്കറിയാലോ. ജമ്മു കാശ്മീരിനുള്ള പ്രത്യേക പദവി ആർട്ടിക്കിൾ 369 റദ്ദ് ചെയ്യാൻ നട്ടപ്പാതിലേക്ക് തീരുമാനിച്ച് പുലർച്ചെ ലോക്സഭയിൽ എത്തുമ്പോഴാണല്ലോ അംഗങ്ങൾ അറിയുന്നത്. അതുപോലെ മുത്തലാഖ് നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം വന്നത് അങ്ങനെയാണ്. പിന്നെ പൗരത്വ ഭേദഗതി നിയമം മാത്രമാണ് കുറച്ച് അവർ വലിയ ചർച്ചയായിട്ട് രാജ്യത്ത് അമിത്ഷാ തന്നെ ഇങ്ങനെ പൊതുയോഗങ്ങളിലൊക്കെ പ്രസംഗിച്ച് വലിയ വിഭജനം ഉണ്ടാക്കി തീർക്കാൻ അതിനെ ഉപയോഗിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടത്. ഇവിടെ അതേപോലെ 2 ദിവസം മുമ്പേ ഈ വാർത്തകൾ ഭരണപക്ഷത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ട് ലീക്ക് ചെയ്യുന്നു, അതിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നു, എന്നിട്ട് ഇതിനെ ഇന്ന് പൈലറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം അത് BJP-യാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ്. RSS ആണ് അതിന്റെ പിന്നിൽ. അവരുടെ മുന്നിലുള്ളത് എങ്ങനെയെങ്കിലും ഈ രാജ്യത്ത് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുക. ഇപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയുണ്ട്. പക്ഷെ അത് തിരിച്ചടിയെ മറികടക്കാൻ, അതിജീവിക്കാൻ അവർ കാണുന്ന ഉപായം എന്താ? ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ പഴയ ലൈനിൽ തന്നെയാണ്, ഞങ്ങൾ ആ പഴയ വിദ്വേഷ നയം തന്നെയാണ് തുടരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ തിടുക്കത്തിൽ ഈ വഖഫ് ഭേദഗതി നിയമമായിട്ട് വരുന്നത്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു അടിയന്തരമായിട്ടുള്ള വഖഫ് ഭേദഗതി നിയമത്തിനുള്ള എന്ത് സാഹചര്യമാണ് ഉള്ളത്? അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ടോ? ഉള്ള പ്രശ്നം എന്താ? വഖഫ് സ്വത്തുക്കൾ പലയിടത്തും പല സംസ്ഥാനങ്ങളിലും കൈയേറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അതിനുള്ള നിയമ സംവിധാനങ്ങൾ ഇപ്പൊ തന്നെ നമുക്കുണ്ട്. ആ നിയമ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയിട്ട് ആ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഈ നിയമ ഭേദഗതിയിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ള പല കാര്യങ്ങളും, ഒന്ന് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഫെഡറലിസത്തെ തകർക്കുകയില്ലേ. സെൻട്രൽ വഖഫ് ആക്ട് ഉള്ളതുപോലെ തന്നെയാണ് അതിൽ പ്രത്യേക പ്രൊവിഷൻ നൽകിയിട്ടുള്ളത്. സ്റ്റേറ്റ് വഖഫ് ബോർഡിനാണ് അധികാരം. ആ സ്റ്റേറ്റ് വഖഫ് ബോർഡുകളാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും സ്റ്റേറ്റ് വഖഫ് ബോർഡുകളോട് ചർച്ച നടത്തിയോ? ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ സ്വരൂപണം നടത്തിയോ? നേരത്തെ ശ്രീ രണ്ടത്താണ് സൂചിപ്പിച്ച പല ഭേദഗതികളും കൊണ്ടുവന്നത് ഈ സ്റ്റേറ്റ് വഖഫ് ബോർഡുകളായിട്ടും അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും വഖഫ് നിയമം എന്ന് പറയുന്നത് മുസ്ലിം മതവിശ്വാസവുമായി ബന്ധപ്പെട്ടത് കൊണ്ട് ആ മേഖലയിലെ വിദഗ്ധരുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടാണ്. ഇത്തവണ അത്തരത്തിലുള്ള ഒന്നും നടത്തിയതിന്റെ ഒരു വിവരവും പുറത്തുവിടുന്നില്ല. ആ ഫെഡറൽ സംവിധാനത്തെ നേരത്തെ പല നിയമനിർമ്മാണത്തിലും ഉള്ളതുപോലെ തന്നെ ഈ നിയമനിർമ്മാണത്തിന്റെ കാര്യത്തിലും ഫെഡറലിസം തകർക്കപ്പെടുന്നു. 2 ഭരണഘടനാ മൂല്യങ്ങൾ ആർട്ടിക്കിൾ 14, 15, 25, 26, 30 എത്ര ആർട്ടിക്കിളുകളുടെ പരസ്യമായ ലംഘനമാണ്.
എല്ലാ ഭരണഘടനാ മൂല്യങ്ങളെയും അട്ടിമറിക്കുകയാണ്. ഭരണഘടനയോട് ഇവർക്ക് യാതൊരു കൂറുമില്ല എന്നുള്ളത് നേരത്തെ തന്നെയും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. 10 വർഷത്തിലേറെ കാലമായി അത് പ്രകടമായിട്ടുള്ള സംഗതിയാണ്. അപ്പൊ ഇത് കേവലമായിട്ട് ഒരു മുസ്ലിം വിഷയം മാത്രമല്ല, ഈ നിയമനിർമ്മാണത്തിന് സ്വീകരിച്ച രീതികൾ തന്നെ നേരത്തെ ഉള്ളതുപോലെ ഇവരുടെ ഒരു അഭിനാധികാര പ്രവണതയും കാര്യങ്ങളും എല്ലാം വ്യക്തമാക്കുന്നതാണ്. ശരി VPP, എനിക്കിനി ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രത്യേകം ചോദ്യങ്ങളുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ നിങ്ങളുടെയൊക്കെ പ്രതികരണം തേടുക ആണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് അതിന്റെ സൂക്ഷ്മമായ വിവരങ്ങളിലേക്ക് വരികയും ചെയ്യാം. ശ്രീ PR ശിവശങ്കർ, ഇവിടെ ഉയർന്ന വിമർശനങ്ങൾക്കുള്ള മറുപടി എന്താണ്? എനിക്ക് പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞ ഈ ശ്രീ രണ്ടത്താണി പറഞ്ഞ മതേതരത്വത്തിൻ്റെയും തുല്യനീതിയുടെയും എല്ലാ അവകാശങ്ങളും, അല്ലെങ്കിൽ അത്തരത്തിൽ തുല്യനീതിയും മതേതരത്വവും പുലരണം എന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഒരാളും അങ്ങനെ ആഗ്രഹിക്കുന്ന പാർട്ടിയുമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പല ഭേദഗതികളും കൂടുതലായി മതേതരത്വത്തെയും അതേപോലെ തന്നെ തുല്യനീതിയെയും, എല്ലാവർക്കുമുള്ള തുല്യനീതിയെയും സൂക്ഷ്മമായി കണക്കാക്കുന്നതാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ചില കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് പറയുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാത്തത്. ഇപ്പോൾ ഈ ഭേദഗതികൾ പലതവണ നടന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ 2013 ഭേദഗതിയും അദ്ദേഹം പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരം ഭേദഗതികൾ നടത്തിയപ്പോൾ 2013 ശ്രീ രണ്ടത്താണി ഒന്ന് സൂചിപ്പിക്കാമോ? അത് ഇത്തരത്തിൽ ജനകീയമായി ചർച്ച ചെയ്തോ? അതല്ലെങ്കിൽ അത് മറ്റുള്ള പ്രതിപക്ഷ കക്ഷികളുമായും അത്തരം കേസുകൾ ഉണ്ടായ കക്ഷികളുമായും ചർച്ച ചെയ്തിട്ടാണോ 2013 ആ ആർട്ടിക്കിൾ കൊണ്ടുവന്നത്? അങ്ങനെയെങ്കിൽ ആ ചർച്ച എവിടെ നടന്നു, എന്തുമായിട്ട് നടന്നു എന്നുള്ളത് താങ്കൾ വ്യക്തമാക്കുവാൻ തയ്യാറാണ്. ചർച്ചകൾ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടത്താണി നേരത്തെ പറഞ്ഞത് 54 മുതൽ 5 ഭേദഗതി സ്വാതന്ത്ര്യാനന്തരം വന്നിട്ടുണ്ട്. 2013 ഉള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ ഭേദഗതി. അതടക്കം ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് ശ്രീ രണ്ടത്താണി. 2013 ഈ പ്രധാനപ്പെട്ട ഭേദഗതി, അതായത് രാജ്യത്തെ ഒരു നീതിന്യായ സംവിധാനത്തിന് പോലും ഇടപെടാൻ കഴിയാത്ത അത്രയും പരമാധികാരം വഖഫിന് നൽകുന്ന 2013 ആ സുപ്രധാന തീരുമാനം എടുക്കുമ്പോൾ ഭേദഗതി കൊണ്ടുവന്നത് മതിയായ ചർച്ചകളോടെയാണോ? ആ ചർച്ചകൾ എവിടെ നടന്നു? 2013 ഭേദഗതി മതിയായ ചർച്ചകൾക്ക് ശേഷം തന്നെയാണ്. ഒരു രാജ്യത്തൊരു നിയമനിർമ്മാണത്തിൽ ഒരു ഭേദഗതിയിൽ മാറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പാർലമെന്റിനകത്ത് കൃത്യമായ ചർച്ചകൾ നടക്കാറുണ്ട്. അതിന് മുന്നോടിയായി മതപണ്ഡിതന്മാരുമായി ചർച്ച ചെയ്യാറുണ്ട്. അതിനുശേഷം തന്നെയാണ് കൊണ്ടുവരാതെ എങ്ങനെയാണ് ഒരു നിയമ ഭേദഗതി ചെയ്യുന്നത്? അല്ല, അങ്ങനെയെങ്കിൽ മതപണ്ഡിതന്മാരുമായിട്ടെന്നാൽ എന്റെ സമയമാണ്. മതപണ്ഡിതന്മാരുമായി ചർച്ച ചെയ്തപ്പോൾ മറ്റു മതപണ്ഡിതന്മാരുമായിട്ടാണോ മുസ്ലിം മത പണ്ഡിതന്മാരായിട്ട് മാത്രമാണോ ചർച്ച നടത്തിയത്? അല്ല, സ്വാഭാവികമായും വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുസ്ലിം മതപണ്ഡിതന്മാരാണല്ലോ ചർച്ച ചെയ്യുക. സ്വാഭാവികമായി വഖഫിന്റെ വിഷയമാണല്ലോ ചർച്ച ചെയ്യുന്നത്. ഞാൻ സമ്മതിച്ചു. മുസ്ലിങ്ങൾ ദൈവികമായ മാർഗത്തിൽ ദാനം ചെയ്യുന്ന അവരുടെ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ എടുക്കുന്നത്. അല്ല സർ, അങ്ങനെയല്ല സർ. അതുകൊണ്ടാണ് പ്രശ്നം. വഖഫ് ബോർഡിന്റെ അവകാശം മറ്റു മതങ്ങളുടെയും മറ്റു മതസ്ഥരുടെയും സ്ഥലങ്ങളിലേക്കും അവരുടെ അവകാശങ്ങളിലേക്ക് സ്ഥാപിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യുവാൻ കോടതിയിൽ പോകുവാൻ പോലും അവകാശമില്ലാത്ത ഒരു സെമി കോഷി ഒരു കോടതി സംവിധാനം നിലനിൽക്കുമ്പോൾ അത്തരം നിയമങ്ങൾ വന്നതിന് മറ്റു മതസ്ഥരുടെയും പാർലമെന്റിലും മറ്റു ചർച്ചകളും വേണ്ടിവരും. അല്ലാണ്ട് താങ്കൾ മതപണ്ഡിതന്മാർ മാത്രം കൂടിയിരുന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഹിന്ദു ശങ്കരാചാര്യന്മാരും കുറച്ച് ആൾക്കാർ നടക്കാൻ പോകുന്നത് ഇപ്പോഴാണ് മറ്റു മതസ്ഥരെയും കൂടി മറ്റു മതസ്ഥരുടെ സ്ഥലം. അല്ല PR അങ്ങയുടെ പോയിന്റ് വ്യക്തമാണ്. ഞാനൊന്ന് പറയട്ടെ. ഈ വഖഫ് എന്ന് പറയുന്നത് ഒരു വളരെ കൃത്യമായി ഒരു സ്വത്ത് നമ്മൾ ഒരുപാട് കാലം മതവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സ്വത്തുക്കളുണ്ട്. അത് ഉദാഹരണമായി പഴയകാലം മുതൽ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മസ്ജിദ് ആകട്ടെ മറ്റേത് നിലയിലാകട്ടെ അങ്ങനെ ഉപയോഗിക്കുന്നതുണ്ട്. അത്തരത്തിൽ ഉപയോഗിക്കുന്ന ആ സ്വത്തുക്കളൊക്കെ തന്നെ വഖഫായി അംഗീകരിക്കുന്നത് ബൈ യൂസർ എന്ന രീതിയിലാണ്. കാരണം മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നതാണ് ബൈ യൂസർ. ആ ബൈ യൂസർ എന്ന് പറയുന്നത് മാറ്റിയിട്ട് ഇതേ വഖഫ് നാമയായി രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്വത്തുക്കൾ മാത്രമേ വഖഫായി നിലനിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ
സ്വാഭാവികമായിട്ടും ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ വഖഫായി നിൽക്കുന്നത് ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പഴയ കാലഘട്ടത്തിലെ രാജാക്കന്മാർ നൽകിയ മസ്ജിദുകളുണ്ട്. ഈ മസ്ജിദുകളൊക്കെ തന്നെ ബൈയൂസർ എന്ന നിലയിൽ മസ്ജിദുകളും ചരിത്ര സ്മാരകങ്ങളുമൊക്കെയായി നിലനിൽക്കുന്നത് ഒരു പുതിയ രജിസ്ട്രേഷൻ എന്ന നിലയിലേക്ക് കൊണ്ടുവന്ന് ഈ രാജ്യത്ത് ഒരു വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് തന്നെയാണ് ഇവിടുത്തെ മനുഷ്യരെ ഇവിടെ നേരിട്ടുള്ള ചോദ്യം 2013 എന്തെങ്കിലും ഒരു തർക്കമുണ്ടെങ്കിൽ അതിന്റെ അന്തിമ പരിഹാര ബോഡിയായി വഖഫിനെ തന്നെ പരമാധികാരത്തോടെ നിശ്ചയിക്കുന്ന ആ ഭേദഗതി ശരിയായിരുന്നോ എന്ന് വെച്ചാൽ കോടതിയിലേക്ക് പോലും ആർക്കും വ്യവഹാര ബുദ്ധിയാ പോകാൻ കഴിയാത്ത അവസ്ഥ. അത് വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അവകാശവാദം എവിടെയെങ്കിലും ഉയർന്നു വന്നാൽ ആ വഖഫ് സ്വത്തുക്കളുടെ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കാൻ വേണ്ടി ബോർഡ് തീരുമാനിക്കുന്ന കമ്മീഷനുണ്ട്. ആ കമ്മീഷൻ അധികാരം നൽകിയിരുന്നു. ബോർഡിന് സിഒയും ഉണ്ട്. ആ സിഒയും അതത് മതപരമായി അതത് മതങ്ങളിൽപ്പെട്ടവരും അതത് സംസ്ഥാന സർക്കാരുകളും ഒക്കെ നിയമിക്കുന്നവരാണ് സിഇഒ ആയി പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ അതൊന്നും പറയുന്നില്ല. ഇപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു സർക്കാരിന് ഇഷ്ടമുള്ളവരെ സിഇഒ ആയി നിയമിച്ച് അവർക്ക് ഇഷ്ടമുള്ളവരെ അംഗങ്ങളാക്കി മാറ്റി അത്തരത്തിലുള്ള മതപരമായ യാതൊരു കാഴ്ചപ്പാടുമില്ലാത്ത വിധം അത് വിനിയോഗിക്കണം എന്ന് പറയുന്ന രീതിയിലേക്ക് നിയമം മാറുമ്പോഴാണ് ഞങ്ങൾ ഇത് പറയുന്നത്. ശ്രീ പി ആർ ശിവശങ്കർ, ഇവിടെ ഇപ്പോ നിങ്ങൾ പറയുകയുണ്ടായല്ലോ 2013 ഈ ഭേദഗതി കൊണ്ടുവന്നത് ഇവരൊക്കെ ചേർന്നങ്ങിരുന്ന് തീരുമാനിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? എന്തെങ്കിലും ഒരു പ്രക്ഷോഭം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉള്ളതായി കണ്ടിട്ടില്ല. ഇനി ഈ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിനെ ഈ പറയുന്ന ഭേദഗതി കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നോ? ഞാനപ്പോൾ ആദ്യമേ തൊട്ട് തുടങ്ങാം. 2013 ചർച്ച രണ്ടത്താണി തന്നെ പറഞ്ഞത് അവരുടെ മുസ്ലിം മതപണ്ഡിതന്മാർ ഇരുന്ന് നടത്തിയെന്നാണ് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നത്. ഞാൻ പറഞ്ഞ മറ്റുള്ള ചർച്ചകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനും പോയിന്റ് ഇല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ച ഇല്ല, നടന്നിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ട്, ഇപ്പോൾ വേണു പറഞ്ഞ പോയിന്റ്, ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന് എണ്ണി റിജു ഡേറ്റ് അടക്കം പറഞ്ഞതിൻ്റെ തെളിവുകൾ ഞാൻ തരാം, അത് വായിച്ചാൽ മതി. രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും ജനങ്ങളെ വിളിച്ചുകൊണ്ട് ചർച്ച നടന്നിട്ടുണ്ട്. 9ഓളം സംസ്ഥാനങ്ങളിൽ മുഴുവനായിട്ടും അവിടുത്തെ മതപണ്ഡിതന്മാരെയും മുസ്ലിം പേഴ്സണൽ ബോർഡിനെയും വിളിച്ചിരുത്തി ചർച്ച ചെയ്തതിൻ്റെ ഓരോ ഡേറ്റ് അടക്കം കിരൺ റിജ്ജു പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഹിന്ദി ട്രാൻസ്ലേഷൻ എൻ്റെ അടുത്തുണ്ട്. ഞാൻ വേണമെങ്കിൽ നിർബന്ധമാണെങ്കിൽ വായിക്കാം, താങ്കളുടെ കയ്യിലും ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം എത്രയോ വർഷങ്ങളായി അദ്ദേഹം പറഞ്ഞത് ഇത്രയേറെ ചർച്ച നടന്ന മറ്റൊരു ബില്ല് ഉണ്ടാകുമോ എന്ന് എനിക്ക് സംശയമാണെന്നാണ് കിരൺ റിജ്ജു പറഞ്ഞത്. അന്ന് ആ ഇപ്പോൾ എം പി ആയിട്ട് അമുസ്ലിമിനെ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? അമുസ്ലിമിനെ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഞാൻ അങ്ങോട്ട് വരാം. അതിനു മുമ്പ് രണ്ട് കാര്യം കൂടി ശ്രീ ബാക്കിയുള്ള രണ്ടുപേരോട് പറഞ്ഞതിന് ഒരു കാര്യം പറയാനുണ്ട്. ഒന്ന്, ഈ കാലഘട്ടത്തിൽ കളക്ടർക്ക് പൂർണ്ണമായ അവകാശമുണ്ട് എന്ന് പറയുന്നത് ഈ പോയിന്റിലല്ല. ഇപ്പോഴും സ്റ്റേറ്റും അതുപോലെ സെൻട്രൽ ഗവൺമെന്റും നിശ്ചയിക്കുന്ന ആളുകൾ തന്നെയാണ്. അമുസ്ലിമിനെ ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ട്? വഖഫുമായി ബന്ധപ്പെട്ട ഈ ഭേദഗതിയിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നത് എന്തുകൊണ്ട്? ശരി, ഞാൻ പറയാം. പേജ് നമ്പർ 6 ഈ പറയുന്ന ഒരു ക്ലാരിഫിക്കേഷൻ വരുന്നത്. പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് ദ 2 members have been appointed under the subsection shall be non-Muslims എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സമ്മതിക്കുന്നു. അതിനുള്ള കാരണം ഇത്തരം വഖഫ് ബോർഡുകളിൽ ഞാൻ നേരത്തെ 2013 നിയമപ്രകാരം വരുന്ന കേസുകൾ അത് നോൺ മുസ്ലിംസിൻ്റെയും കൂടി ആണെങ്കിൽ സത്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മതേതരത്വവും തുല്യനീതിയും നടപ്പാക്കാൻ അവിടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പ്രതിനിധികളില്ലേ, അവർക്കൊന്നും പരിഹരിക്കാൻ കഴിയാത്ത ഒന്ന് ആയി അവർക്കൊന്നും പരിഹരിക്കാൻ കഴിയാത്ത ഒന്നായി ഒരു അമുസ്ലിം തന്നെ അതിൽ ഉണ്ടാകണമെന്ന നിർബന്ധ ബുദ്ധി എന്തുകൊണ്ട്? അമുസ്ലിമിന്റെ നീതി കൊടുക്കാൻ കഴിയുക അമുസ്ലിമിന് മാത്രം, അങ്ങനെയാണോ? തിരിച്ചാണോ? അപ്പൊ തിരിച്ചു പോവാലോ. അല്ലെ, എം പിയുടെ റോൾ എന്താണ്? പിന്നെ എം എൽ എയുടെ റോൾ എന്താണ്? പിന്നെ തദ്ദേശ സ്ഥാപനത്തിന്റെ റോൾ എന്താണ്? കളക്ടറുടെ റോൾ എന്താണ്? വേണു ഞാൻ സമ്മതിക്കുന്നു. ഇതെല്ലാം ഈ 9 പേരുമുണ്ടല്ലോ,
അതിൽ ഒന്നോ രണ്ടോ പേര് അമുസ്ലിമുകൾ ഉണ്ടെങ്കിൽ അവിടെ മുസ്ലിങ്ങൾക്ക് നീതി നടപ്പാവില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? കൂടുതൽ പേര് സിഇഒയും പണ്ട് നിശ്ചയിച്ചിരുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റും അല്ലെങ്കിൽ സ്റ്റേറ്റ് വഖഫ് ബോർഡിലാണെങ്കിൽ സിഇഒയും സെൻട്രൽ ഏരിയയിലാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ്. അല്ലെന്നേ എം പിയെ കൊണ്ടുവരുന്നു, എം എൽ എ കൊണ്ടുവരുന്നു, തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? പരമാവധി അല്ല, കേന്ദ്രത്തിൽ നിന്നെന്ന് തുടങ്ങി സൂക്ഷ്മതലത്തിൽ വരെ പരമാവധി സർക്കാരിന്റെ ഒരു അപ്പാരറ്റസ് പല ശൃംഖലകളിലൂടെ അത് തന്നെയാണ് അവിടെ ആധിപത്യം ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് അവിടെ സംഭവിക്കുന്നത്. VPP എന്താ കൈ ഉയർത്തിയത്? VPP അതെ, ഇതില് വേണു സംഭവിക്കാൻ പോകുന്ന മറ്റൊരു ദുരന്തം എന്താ അറിയോ? ഇപ്പോ ഉള്ള നിയമപ്രകാരം സ്റ്റേറ്റ് വഖഫ് ബോർഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന 6 പേർ അവർ ഇലക്ഷനിലൂടെയാണ് വരുന്നത്. വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത സംഘടനകളുടെ പ്രതിനിധികളുടെ വോട്ടിങ്ങിലൂടെയാണ് വരുന്നത്. പക്ഷെ പുതിയ ഭേദഗതി എന്താ? എല്ലാവരെയും ഗവൺമെന്റിന് നോമിനേറ്റ് ചെയ്യാമെന്നാണ്. അപ്പൊ അങ്ങനെ പൂർണ്ണമായിട്ടും നോമിനേഷൻ കൂടി ആകുമ്പോ സർക്കാരിന്റെ ഇംഗിതത്തിനും താല്പര്യത്തിനും ഉള്ളവരെ മാത്രം കുത്തി നിറച്ച് എങ്ങനെയായിരിക്കും പല സംസ്ഥാനങ്ങളിലും ഇത് വരാൻ പോകുന്നത്? ഇലക്ഷൻ പ്രോസസ്സെ അവസാനിപ്പിക്കുകയാണ്, പൂർണ്ണമായിട്ടും നോമിനേഷനിലേക്ക് മാറ്റുക. ശരി ശരി, അപ്പൊ ക്ലിയർ കട്ട് അല്ലേ? ശരി, വേഗം അതിനുള്ള മറുപടി. അല്ല PR വേഗം അതിനുള്ള മറുപടി. VPP ഒന്ന് വഴങ്ങും. അധികാരത്തിലേക്ക് പോവുകയാണ്. അല്ല, VPP ഒന്ന് നിർത്തിയാ ഞാൻ പറയാം. താങ്കൾ പേജ് നമ്പർ 5 ഒന്ന് വായിച്ചു നോക്കൂ. അതിൽ കൃത്യമായി പറയുന്നത് 3 persons have been representative from the Muslim organization having in all India character and the national importance and chairperson of the 3 bodies in the rotation. കൃത്യമായിട്ട് പറയുന്നുണ്ട്. VPP പറഞ്ഞ കാര്യത്തിലുള്ള മറുപടിയല്ല ഇപ്പോൾ താങ്കൾ പറഞ്ഞത്. താങ്കൾ ഇതൊക്കെ അല്ലല്ല, VPP പറഞ്ഞ കാര്യത്തിലുള്ള മറുപടിയേ അല്ല താങ്കൾ വായിച്ചത്. ഞാൻ പറഞ്ഞത് വായിക്കുന്നത് ഇലക്ഷനാണോ അല്ലല്ല, വേണുവിന്റെ മുമ്പിൽ ബില്ലില്ലേ? അല്ല, എന്റെ മുന്നിലോ പിന്നിലോ ബില്ലുണ്ടോ എന്നല്ല വിഷയം. ഇവിടെ VPP ചോദിച്ചുള്ള മറുപടി നിങ്ങളുടെ ഏകപക്ഷീയമായ സെലക്ഷൻ ആണോ അതോ ഇലക്ഷൻ ആണോ? എന്താണ് അതിന്റെ ഘടന? അതല്ല ഞാൻ വായിച്ചത്. അതിൽ പറയുന്നില്ല. പേജ് നമ്പർ 5 താങ്കൾ വായിച്ചത് VPP ഉന്നയിച്ച വിഷയവുമായി ഒരു ബന്ധവുമില്ലാത്തതാണ്. ഞാൻ വേഗമല്ലല്ലോ വരാം. വഖഫും വരുതിയിലേക്കോ എന്ന എൻകൗണ്ടർ പ്രൈം ചർച്ച തുടരുകയാണ്. ശ്രീ PR ശിവശങ്കർ, താങ്കൾക്ക് പൂർത്തിയാക്കാം. ഞാൻ പറഞ്ഞത് ഈ ബോർഡിൽ കൃത്യമായിട്ട് പറഞ്ഞത് 3 chairperson of the 3 boards will be in rotation. 3 person represent the Muslim organization having all India character and nominated national importance. ഇതെല്ലാം മുസ്ലിം ബോഡിയിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ഇവർ തന്നെ വരുന്നത്. പിന്നെ ഈ VPP അങ്ങനെ പറയേണ്ട കാര്യം. പിന്നെ അദ്ദേഹം പറഞ്ഞ കളക്ടറിലേക്ക് കൃത്യമാണല്ലോ. ഇപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞ നോമിനേഷൻ ആണെന്ന്. ഞാൻ അതെന്നെയല്ലേ പറഞ്ഞത്. മുസ്ലിം സംഘടനകൾ അവരുടെ ഒരു ജനാധിപത്യ ക്രമം ഉപയോഗിച്ച് തെരഞ്ഞെടുക്കുന്നതിന് പകരം ഭരണത്തിലുള്ള സർക്കാരിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നോമിനേറ്റ് ചെയ്യുക. അങ്ങനെ വന്നാൽ സംഭവിക്കുന്നത് എന്താ? അമിതാധികാരത്തിലേക്ക് അല്ലേ പോവുക ശിവശങ്കർ? നിങ്ങൾ നിയന്ത്രണമല്ലല്ലോ കൊണ്ടുവരുന്നത്. ഈ നിയമം അങ്ങനെ എന്താ കാണുന്നത്? വഖഫ് എന്ന് പറഞ്ഞാൽ ഡെഡിക്കേഷൻ ആണ്, ദാനം പോലും അല്ല, സമർപ്പണമാണ്. അതിന്റെ ഭാഗമായിട്ട് പിന്നെ താങ്കൾ പറയുന്ന പോലെ ഇപ്പോ മറ്റ് മതങ്ങളുമായി ബന്ധപ്പെട്ട ആരാധനാലയങ്ങളുടെ സ്വത്തുക്കൾ കടന്നു വന്നത് എത്രയേറെ റവന്യൂ റെമഡീസ് നമ്മുടെ മുന്നിലുണ്ട്. ആ റവന്യൂ റെമഡീസ് ഉപയോഗിച്ചാൽ പോലെ. അപ്പൊ നിങ്ങൾ അതൊന്നും അല്ല ഉദ്ദേശം. നിങ്ങൾ വളരെ കൃത്യമാണ്. നിങ്ങളുടെ ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയമാണ്. നിങ്ങൾ പഴയ ബ്രിട്ടീഷുകാരന്റെ ഡിവൈഡ് ആൻഡ് റൂളിലേക്കാണ്. ശരി ശ്രീ PR ശിവശങ്കർ, ഇനി VPPക്കുള്ള മറുപടി. അല്ല, ഇനി VPPക്കുള്ള മറുപടി. അല്ല, ഇതില് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള മുസ്ലിം ബോഡിയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരെ പോലും VPPക്ക് എതിർപ്പാണ്, അല്ലെങ്കിൽ തീരുമാനമില്ല. ഒരു പ്രക്രിയ ഉണ്ടല്ലോ അവിടെ. അല്ലല്ലേ, VPPക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നതല്ല, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്നു എന്ന് പറഞ്ഞൊരു പ്രക്രിയയുണ്ട്. അല്ലല്ല, ഒരു സെക്കൻഡ്. VPP ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്നു പറഞ്ഞ ഒരു പ്രക്രിയയുണ്ട് അവിടെ. ആ പ്രക്രിയയാണ് ശരി. കാരണം അത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നതാണ് അതിന്റെ സവിശേഷത. അതാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത്. നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന നാഷണൽ ഇമ്പോർട്ടൻസ് മുസ്ലിം ക്യാരക്ടർ ആരാ? AP അബ്ദുള്ള കുട്ടിയാണ്. അങ്ങനെയല്ല വേണു, അതും ശരിയല്ല. ഇത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ബോഡി അല്ല.
തിരഞ്ഞെടുക്കപ്പെട്ട ബോഡിയിൽ നിന്നാണല്ലോ ഒരാൾ എടുക്കുന്നത്, അല്ലാണ്ട് റോട്ടിൽ നിന്നല്ലല്ലോ. ഏറ്റവും അത് കാതലായ ഒരു ചോദ്യമാണ്. ഡോക്ടർ ഫസൽ ഗഫൂർ വായിച്ചല്ലോ. അല്ലല്ല ഡോക്ടർ ഫസൽ ഗഫൂർ ഇവിടെ VPP ഉന്നയിക്കുകയും മുടന്ത ന്യായം PR പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. താങ്കളുടെ അഭിപ്രായം എന്താണ്? ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഒരു നാഷണൽ ആയിട്ടൊരു മുസ്ലിം ബോഡി ഇല്ലെന്നേ. നിങ്ങൾ പറയും ഏതാണ് ആ ബോഡി എന്നുള്ളത്. ഈവൻ പൊളിറ്റിക്കലി നിങ്ങൾക്കറിയാം, കേരളത്തിൽ മുസ്ലിം ലീഗ് ആണെങ്കിൽ വേറെ സ്ഥലത്ത് അത് മജ്ലിസാണ്, വേറെ സ്ഥലത്ത് AIDF ആണ്. അപ്പൊ ഏതാണ് നാഷണൽ ബോഡി എന്നുള്ളത്? അങ്ങനെ പറഞ്ഞു പോകട്ടെ. അല്ല, അവിടെ റിജിജു മാത്രമല്ലല്ലോ ഇതിലെ അന്തിമ വാക്കായി ഇങ്ങനെ ഈ രാജ്യത്ത് നിൽക്കേണ്ടത്. PR സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യമാണ് ഡോക്ടറിന്റേത്. ഏതാണ് ആ ദേശീയ തലത്തിൽ ഏകീകൃത സ്വഭാവമുള്ള ബോഡി? ഏകീകൃത സ്വഭാവം പറയുന്നില്ലല്ലോ ഡോക്ടറെ. 3 person representing the Muslim organization. Let it be 3 different organization having India character. ദേശീയമായി സ്വഭാവമുള്ള അല്ലെങ്കിൽ മറ്റ് 10 15 സംസ്ഥാനങ്ങളിൽ ചെയ്യുന്ന ഏതെങ്കിലും 3 ബോഡിയിൽ നിന്ന് എന്നല്ലേ പറയുന്നുള്ളൂ. They are not specifying that this particular community. താങ്കൾക്ക് ചർച്ചയിൽ ഇറങ്ങാം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ ഇതിൽ പോട്ടെ, ഇനി അത് വിട്ടോ, അതിൽ തന്നെ നമ്മൾ കിടന്ന് മെഴുകണമെന്നില്ല. അതിന് ശിവശങ്കർ മെഴുകുന്നത് നമ്മൾ കാണുകയാണല്ലോ. അങ്ങനെ ഒരു ബോഡി ഇല്ല ഡോക്ടർ ഫസൽ ഗഫൂർ. ഇനിയിപ്പോ സ്ത്രീ പ്രാതിനിധ്യം 2013 വന്നു കഴിഞ്ഞതാണ്. കേരളത്തിന്റെ നിലവിലുള്ള വഖഫ് ബോർഡിൽ സ്ത്രീകളുണ്ട്. അത് ശക്തിപ്പെടുത്തുകയേ വേണ്ടതുള്ളൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് അങ്ങനെയാണോ? അല്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഓരോന്നും സൂക്ഷ്മമായിട്ട് നിങ്ങൾ ഈ 40 ഭേദഗതികളിലൂടെയും സൂക്ഷ്മമായിട്ട് പോയി നോക്കിക്കോളൂ. ഇവിടെ വളരെ കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയാണ്, RSSന്റെ അജണ്ടയാണ്. അവർക്ക് വേണ്ടത് എന്താ? യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്താ? ഈ കേന്ദ്ര ബജറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, മറ്റ് ജീവിത പ്രശ്നങ്ങൾ. അതിന് പകരം വീണ്ടും നമ്മുടെ രാജ്യത്തിന്റെ ശ്രദ്ധ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആസന്നമായിരിക്കുന്ന 2-3 സംസ്ഥാനങ്ങളിൽ ഇതിലേക്ക് കൊണ്ടുപോകാൻ ഇതുപോലെ സങ്കുചിത കക്ഷി രാഷ്ട്രീയമല്ലാതെ മറ്റെന്ത് താല്പര്യമുണ്ട് ശിവശങ്കർ ഈ ഭേദഗതി? അല്ല, ഒറ്റ സെക്കൻഡ്. PR നിങ്ങൾ എടുത്തുയർത്തി കാട്ടിയ സച്ചാർ റിപ്പോർട്ട് ഉണ്ടല്ലോ, അതിൽ പറയുന്ന കാര്യം ഈ നോൺ മുസ്ലിം ഉണ്ടാകണം, ക്ഷമിക്കണം, ഈ പറയുന്ന വനിതാ പ്രാതിനിധ്യം അടക്കമുള്ള കാര്യങ്ങൾ അതിൽ നിന്നാണല്ലോ നിങ്ങൾ ചൂണ്ടിയെടുത്തിരിക്കുന്നത്. അവിടെ VPP പറയാണ് ഇവിടുത്തെ ആ ഘടനയിൽ ഇപ്പോൾ തന്നെ അങ്ങനെയുണ്ട്, ആ പ്രാതിനിധ്യം ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന്. പിന്നെ എന്ത് സ്ത്രീ ശാക്തീകരണം ആണ് ഇവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്? നിങ്ങളായി കൊടുക്കുമ്പോൾ മാത്രം ശാക്തീകരിക്കപ്പെടുന്ന വിഭാഗമാണോ സ്ത്രീ വിഭാഗം? ഒരിക്കലുമല്ല. ഇത്രയും വർഷത്തിനകം എന്തെങ്കിലും സാധ്യമായിരുന്നെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അതിനെ അംഗീകരിച്ചേനെ. പക്ഷേ ഇതുവരെ വന്നില്ല എന്നുള്ളിടത്താണ് ഈ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ പുതിയ തെരഞ്ഞെടുപ്പിൽ ഒരു മുസ്ലിം പേഴ്സണെയും, അത് മാത്രമല്ല ബോറോയും ഷിയായും ഇവിടുത്തെ വഖഫ് ബോർഡുകളിൽ ഈ സച്ചാർ നിർദ്ദേശാടിസ്ഥാനത്തിൽ പ്രാതിനിധ്യം ഉണ്ട് എന്ന് പിന്നെ എന്താണ് കാര്യമായി അവതരിപ്പിക്കുന്നത്? കേരള വഖഫ് ബോർഡിൽ ഓൾറെഡി ഉണ്ട്. 2013 ഒരു വനിതയുടെ പേര് പറയൂ. മുസ്തഫ ഒരു വനിതയുടെ പേര്. വനിത ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, അല്ലാതെ പ്രായം, പേര് ഇതൊന്നും പ്രസക്തമല്ല ഈ ചർച്ചയിൽ. ശിവശങ്കർ നിങ്ങൾക്കറിയാത്തൊരു കാര്യമാണ് എങ്കിൽ അത് അംഗീകരിക്കുകയാണ് വേണ്ടത്, അല്ലാതെ പേര് പറയാനല്ല ചോദിക്കേണ്ടത്. അല്ല, ഇതിൽ വസ്തുത മാത്രമാണ് VPP പ്രധാനം, അല്ലാതെ പേര്, ഏത് ജില്ല, ഏതാണ് പ്രായം, ഇതൊന്നും പ്രസക്തമല്ല. PR നമുക്കറിയില്ലെങ്കിൽ ഒരു കാര്യം അറിയില്ല എന്ന് തന്നെ പറയണം. അതിപ്പോ റിജിജു ആയാലും റിജിജുവിന്റെ ബാധ്യത PR ഏറ്റെടുക്കേണ്ടതില്ല. റിജിജു ഈ കാര്യത്തിൽ വ്യക്തത വരുത്തട്ടെ എന്ന് പറയാവുന്നതല്ലേ ഉള്ളൂ നിങ്ങൾക്ക്. അങ്ങനെയാണ്. വേണു, ഞാൻ ഇപ്പോഴും നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വനിതയുടെ പേരുമുണ്ട്, ഒരു വനിതയുണ്ട്, പിന്നെന്താ പ്രശ്നം? പിന്നെ ഇവർക്ക് അതും പ്രശ്നമില്ല. അല്ലെന്നേ, വനിതാ ശാക്തീകരണത്തിന്റെ ഭാഗമായി വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്ന്. അല്ലല്ലോ, ഒരു മിനിറ്റ് ഡോക്ടറെ, പേര് ചോദിക്കുന്നു. ഇനി അടുത്ത ഘട്ടം പേര് പറഞ്ഞാൽ പ്രായം ചോദിക്കും, പ്രായം പറഞ്ഞാൽ ഇനി വരുന്നത് ഏത് സ്ഥലത്ത് നിന്നാണെന്ന് ചോദിക്കും. ഇങ്ങനെയാണ് ഈ ചർച്ചയിൽ പ്രതിരോധം തീർക്കുന്നത് PR ശിവശങ്കർ. ഡോക്ടർ അത് പറയുക മറുപടി. വേണു
മറുപടി വളരെ വ്യക്തമായിട്ട് അല്ലല്ല, പറഞ്ഞതാ. വേണു, ഇപ്പൊ വേണു, നെറ്റ് വേണു, കേരള വക്കം ഞാൻ ബോർഡിന്റെ നെറ്റ് പറയാത്ത അടിച്ച് കാര്യങ്ങൾ നോക്കിയാൽ ദയവായി ആ രണ്ട് സ്ത്രീകളുടെ പേര് അങ്ങ് പറഞ്ഞതിന്റെ ഒരു വ്യാഖ്യാനമാണ് പറഞ്ഞത്, അല്ലാതെ അങ്ങ് പറഞ്ഞു എന്ന അർത്ഥത്തിലല്ലോ ഞാൻ പറഞ്ഞത്. ഡോക്ടർ ഒരൊറ്റ അല്ല, ഒരു മിനിറ്റ് ഡോക്ടർ പറയൂ. ഒരൊറ്റ മിനിറ്റ്. അല്ലല്ല ഡോണ്ട് പുട്ട് നെറ്റ് അടിച്ച് നോക്കിയാൽ മതി. ഡോക്ടർ ഒരു മിനിറ്റ്. അല്ല, അങ്ങ് ശ്രദ്ധിച്ചില്ലേ എന്റെ ഭാഷ? താങ്കളോട് ഇത് പറഞ്ഞാൽ പിന്നീട് താങ്കൾ അത് ചോദിക്കും എന്ന് ഞാൻ പറയുകയാണ്. താങ്കൾ ചോദിച്ചു എന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ഫസൽ ഗഫൂർ അങ്ങ് പറഞ്ഞോളൂ. അല്ല 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 പിന്നെ അപ്പൊ അല്ല, രണ്ടുപേര് അതുകൊണ്ടാ രണ്ട് പറഞ്ഞത്. വനിതനെ നോമിനേറ്റ് ചെയ്യും. ഞാൻ പിന്നെ പറയുന്നത് മൂന്ന് കേൾക്ക്. രണ്ട് ഹിന്ദുക്കളെ ഞാൻ പറഞ്ഞത് അല്ല നോൺ അവിടെ മുസ്ലിമിനെ സ്ത്രീകൾ നോമിനേറ്റ് ചെയ്യും. നോമിനേറ്റ് ചെയ്യുന്നത് അപ്പൊ പിന്നെ ഡോക്ടർ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. പിന്നെ പ്രസിദ്ധരായിട്ടുള്ള ഡോക്ടർ പ്ലീസ് ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഡോക്ടർ ഞാനൊന്ന് പറഞ്ഞു ശരി, തീർത്തോട്ടെ. പറഞ്ഞോളൂ. വേണു, ഞാൻ പറഞ്ഞത് വനിതകളെ അവിടെ പ്രാതിനിധ്യം വേണമെന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ? സച്ചാർ കമ്മിറ്റി ആണെങ്കിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പോരെ. അവന് അതിനെ എതിർക്കുന്നില്ലല്ലോ. അതല്ലല്ലോ സാറേ പ്രശ്നം. നിങ്ങൾ ഇതൊരു പുതിയ കാര്യം പോലെ അവതരിപ്പിച്ചതാണ്. അതാണ് താങ്കൾ ആർഗ്യുമെന്റ് ഞാൻ വിട്ടു. ഡോക്ടർ പറയൂ. എന്തായാലും PR ശിവശങ്കർ ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ എന്താണെന്ന് ഇനിയിപ്പോ PR ശിവശങ്കറിന്റെ തലയിൽ വെക്കേണ്ട. റിജിജു പറഞ്ഞ കാര്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഡോക്ടറെ അതിലൊരു വ്യക്തത വരുത്തൂ. റിജിജു പറയുകയായിരുന്നു ഈ സച്ചാറിലെ ഈ പറയുന്ന നിർദ്ദേശം ഞങ്ങളാണ് ഇത് ആദ്യമായി എടുത്ത് നടപ്പാക്കാൻ പോകുന്നത് എന്ന്. അങ്ങയുടെ മറുപടി അതിൽ? അല്ല കേക്ക്, ഇതില് പേര് എൻ്റെ അടുത്തുണ്ട്. അവർ രണ്ടുപേരെ ഞാൻ നെറ്റ് നിർത്തുന്നുണ്ട്. റസിക ഇബ്രാഹിമും BM രസന അങ്ങനെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നെറ്റിലുള്ളതാണ്. നെറ്റ് ഇപ്പൊ നമുക്ക് പരിശോധിക്കാം. ആ മറുപടിയിൽ തൃപ്തനാണോ? ഒരു സെക്കൻഡ്. PR ആ മറുപടിയിൽ തൃപ്തനാണോ? എന്തിന് പേര് ചോദിച്ചൊരു ദുരൂഹത ഉണ്ടാക്കുന്നു? എന്തിനങ്ങനെ ഒരു അവിശ്വാസം VPPയുമായി ബന്ധപ്പെടുത്തി സൃഷ്ടിക്കുന്നു? ഇതാണ് വില കുറഞ്ഞ രാഷ്ട്രീയം. ആര് പറഞ്ഞു ദുരൂഹത? പേര് ചോദിക്കുന്നത് എന്തിനാണ്? പേര് ചോദിക്കുന്നത് എന്തിനാണ്? പേര് ചോദിക്കുന്നത് വിശ്വാസയോഗ്യമല്ല എന്ന സംശയം ബാക്കി വെപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ? അങ്ങനെയല്ല. പേര് ചോദിക്കുന്നത് വനിതാ പ്രാതിനിധ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കണം. അല്ലല്ല, അവിടെ നിൽക്കണം ആ വാദം. അല്ല വേണു, അല്ല വനിതാ. അപ്പൊ പിന്നെ എന്താ തെറ്റ്? വനിതാ പ്രാതിനിധ്യം ഉണ്ട് എങ്കിൽ അങ്ങനെയാണ് പറയേണ്ടത്. അല്ല, പേര് ചോദിക്കല്ല വേണ്ടത്. ഞാനത് വിടുന്നു. അല്ലല്ല, ഇത് കാണുന്നവർക്ക് ഇതിൽ നിന്നെല്ലാം ബോധ്യമാവുന്നുണ്ടല്ലോ എന്താണ് ഇതിന് പിന്നിലെ താല്പര്യമെന്ന്. ഡോക്ടർ പറഞ്ഞോളൂ. ഡോക്ടർ പറഞ്ഞോളൂ. വേണു. അല്ല, ഓരോ ഘട്ടത്തിലും PR ഇങ്ങനെ മറ്റുള്ളവർ സംസാരിക്കട്ടെ. ഡോക്ടർ കേക്ക്. ഒറ്റ കാര്യം ഞാൻ പറയാം. മുസ്ലിം ഈ വഖഫ് ബോർഡ് മുസ്ലിമുകളുടെയാണ്. അതിൽ കൊണ്ടുവന്ന് നോൺ മുസ്ലിം വെക്കുന്നു. എനിക്ക് യാതൊരു കുഴപ്പമില്ല. അയോധ്യ ജഡ്ജ്മെന്റിൽ മനസ്സിലായില്ലേ, മുസ്ലിമുകൾ അംഗീകരിച്ചിട്ടുള്ളതിൽ പുതിയ അയോധ്യയിൽ ക്ഷേത്രം പണിതതിൽ മുസ്ലിമുകളുണ്ടോ? ഇല്ല. അതിൻ്റെ അപ്പുറത്ത് ബാബരി പള്ളി പണിയാൻ പറഞ്ഞു, അതിൽ ഹൈന്ദവരെ ഉൾപ്പെടുത്താൻ പറഞ്ഞോ? ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതി വരെ അംഗീകരിക്കുന്നു. ഇന്ത്യയിൽ മതം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. സെക്യുലർ മതം ഈ എല്ലാവർക്കും തുല്യത എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം, ഈ ഹൈന്ദവരുടെ മഹന്തുകളായിരുന്നു ആദ്യം ഭരിച്ചിരുന്നത് ഈ അകാലി നമ്മുടെ സിഖ് ക്ഷേത്രങ്ങളെല്ലാം. അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് ശിരോമണി ഗുരുദ്വാര പ്രബന്ധക കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വെറും സിഖുകൾക്ക് മാത്രമായിട്ട് നിജപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് നോക്കാം സിഖുകൾ മാത്രമേ ഉള്ളൂ. സിഖ് മതത്തിൽപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. ഇന്ന് ഞാൻ ഫാദർ പോൾ തേയിലക്കാടായിട്ട് സംസാരിച്ചു ഈ വിഷയം, കത്തോലിക്ക സഭയെ പറ്റിയിട്ട്. കത്തോലിക്ക സഭയാണ് ഏറ്റവും പ്രബലമായിട്ടുള്ള മറ്റേ സ്ഥാപനങ്ങളുള്ളത്. ഒരു സ്ഥാപനത്തിലും ഒരു നോൺ മുസ്ലിമിനെ അവരെടുക്കുന്നില്ല. ഇന്ന് വളരെ ഞാൻ വ്യക്തമായിട്ട് കോട്ട് ചെയ്യണം ആരെടുത്താണ് ഞാൻ എടുത്തതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു മുസ്ലിം സംവിധാനത്തിൻ്റെ ഉള്ളിലോട്ട് വെറുതെ അമുസ്ലിമുകളായിട്ടുള്ള ആൾക്കാരെ നമ്മൾ തിരുകുന്നതിന് ശരിയാണോ? ഡോക്ടറെ, പള്ളിത്തർക്കം നടക്കുന്ന സാഹചര്യമോ അതും കൂടെ ഒന്ന് പറഞ്ഞു പോകുമല്ല. അല്ല, ഈ ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കം നടക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും? അതെ പള്ളിത്തർക്കം നടന്നോട്ടേന്ന്. ഇപ്പൊ ഷിയ സുന്നി തർക്കം നടക്കണ്ടല്ലോ. ഇപ്പൊ നമ്മൾ പറയുമ്പോ എല്ലാം അല്ല ഡോക്ടറെ, അതിന്റെ അർത്ഥം എന്നത് ഒരു കൂട്ടർ ആ കൂട്ടരുടെ ഭാഗം മാത്രമായാണ് നിൽക്കുന്നത് മതത്തിന്റെ ഉള്ളിൽ. അത് മതത്തിന്റെ കാര്യം വരുമ്പോൾ അത് മതത്തിന് വിട്ടുകൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? ആ മതത്തിന്റെ ഉള്ളിൽ വിഭാഗീയത ഉണ്ടാവും, അവർ തമ്മിൽ തല്ലുകൂടുകയും ചെയ്യും. ഇപ്പൊ ഈ ലിസ്റ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നു ഷിയ മുസ്ലിം പ്രാതിനിധ്യം. ഇന്ത്യയിൽ ഷിയ മുസ്ലിം എത്ര ഉള്ളത്? 5 തൊട്ട് 10% മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ വഖഫ് ബോർഡിലും ഷിയാക്കൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു വഖഫ് ഉണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്തണം. പ്രൊവൈഡഡ് ദർ ഇസ് 1 വഖഫ്. പറഞ്ഞാൽ ഒരു വഖഫ് ഒരു സ്റ്റേറ്റിൽ, ഉദാഹരണം കേരളത്തിൽ ഷിയാക്കളില്ല, വളരെ കുറവാണ്. മനസ്സിലായ? അപ്പോൾ അവരെയും കൂടെ ഉൾപ്പെടുത്തണം. അപ്പോൾ ഒരു നോമിനിയും കൂടെ വരുന്നു. പിന്നെ അതിൽ പറയുന്നു എന്തെന്ന്, പിന്നോക്ക മുസ്ലിം എന്ന്, പസ്മണ്ട.
അതൊരു പുതിയൊരു സംഭവമാണ്. കാരണം ആ സംഭവം ഇസ്ലാമായിട്ട് ബന്ധപ്പെട്ടതല്ല. പസ്മണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉദ്യോഗത്തിലും വിദ്യാഭ്യാസ രംഗത്തും കൊടുക്കുന്ന സംവരണമാണ്. അതേസമയം പള്ളിയും എല്ലാവരും ഖബർസ്ഥാനും ഒക്കെ അവർക്ക് ഇവർക്ക് ഒന്നാണ്. അപ്പോൾ അതിനൊരു ഡിവിഷൻ വരുന്നു. അപ്പോൾ എത്ര പേരെ നോമിനേറ്റ് ചെയ്ത് കിട്ടി? 2 വനിതനെ നോമിനേറ്റ് ചെയ്തു, 2 അമുസ്ലിമിനെ നോമിനേറ്റ് ചെയ്തു. പിന്നെ നേരത്തെ പറഞ്ഞ തർക്കത്തിൽ പറഞ്ഞ മാതിരി തന്നെ ഓൾ ഇന്ത്യ ബോഡി ഇല്ലാന്നേ. പിന്നെ ബോഡീസ് ഓഫ് ഓൾ ഇന്ത്യ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ ഒരൊറ്റ ബോഡി പോലും ഇല്ല. ഇത് അങ്ങനെ ഒരു ബോഡി ഇല്ല. അപ്പോൾ ആ ബോഡീനെ നോമിനേറ്റ് ചെയ്യല്ലേ? അങ്ങനെ ഒരു ബോഡീനെ നിങ്ങൾ നോമിനേറ്റ് ചെയ്യുമ്പോൾ ഷിയ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞ ബോഡി ഉണ്ട്. ആ ഷിയ വഖഫ് ബോഡിയാണ് അയോധ്യ പള്ളി പൊളിക്കണം എന്ന് പറഞ്ഞ കൂട്ടർ, അല്ല ബാബരി മസ്ജിദ് പൊളിക്കണം എന്ന് പറഞ്ഞ കൂട്ടർ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നോമിനേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാരൊക്കെ പിടിച്ച് നമുക്ക് നോമിനേറ്റ് ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവാൻ പോകുന്നത്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല മറ്റേ കാര്യപ്പെട്ട ഒരു രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള മുസ്ലിം ലീഗിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കാര്യപ്പെട്ടിട്ടുള്ള ഒരു ഇതിൽ അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മൾ സൂഫി മതത്തിൽപ്പെട്ട ചില വിഭാഗങ്ങളുണ്ട്. അതൊക്കെ തെന്നിത്തെറിച്ച് കിടക്കുന്ന വിഭാഗങ്ങളാണ്. അവർ ശക്തരല്ല. അതിനിപ്പോൾ അങ്ങനത്തെ ഒരു ശക്തമായിട്ടുള്ളൊരു ബോഡി ഇന്ത്യയിൽ, കാരണം ആസമീസ് മുസ്ലിം, വെസ്റ്റ് ബംഗാൾ മുസ്ലിം, കാശ്മീരി മുസ്ലിം, തമിഴ് മുസ്ലിം, കേരള മുസ്ലിം ഒക്കെ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ബോഡികൾ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഉണ്ടാകുമ്പോഴെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും നേരത്തെ മുസ്തഫ പറഞ്ഞു പോയതാണ് കറക്റ്റ്. കേരളത്തിൽ എലക്റ്റഡ് ആയിട്ട് വരിക മുത്തവലികളുടെ കൂട്ടത്തിൽ നിന്ന്. പിന്നെ അവരതിൽ പറയുന്നുണ്ട് പ്രൊഫഷണൽസിൽ നിന്ന്, ഇൻ്റലക്ച്വൽസിൽ നിന്നൊക്കെ എടുക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ വാട്ട് ഇസ് ദ ബേസിസ്? അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു നോമിനേറ്റഡ് ബോഡി അവിടെ വരാൻ പോവാണ്. മനസ്സിലായി? ആ നോമിനേറ്റഡ് ബോഡി വന്നോട്ടെ. പക്ഷെ എൻ്റെ പ്രശ്നം എന്താ പറയുമോ, ഈ നോമിനേറ്റഡ് ബോഡി എല്ലാ മതങ്ങളിലുള്ളവർക്കും വരണം, അല്ലാതെ ഒരു പ്രത്യേക മതത്തില്ല. പിന്നെ ഒരു കാര്യം വളരെ കാര്യപ്പെട്ട കൂടെ ഞാൻ പറയാം, കാരണം എനിക്ക് അവസരം കിട്ടായിരുന്നതുകൊണ്ട് കുറച്ചും കൂടെ സമയം തരണം. നമ്മൾ പൊതുവെ പരക്കെ അങ്ങനെ പറയണമെന്ന് അറിയോ, ഇന്ത്യയിലെ ഏറ്റവും അധികം സ്വത്തുക്കളുള്ളത് വഖഫ് ബോർഡിനാണ്. ഇത് ഭയങ്കര തെറ്റായ ധാരണയാണ്. വഖഫ് ബോർഡിന് ഒരു സ്വത്തും ഇല്ലാന്നേ. സ്വത്ത് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, പെട്ടെന്ന് പറഞ്ഞുതരാം. MES മമ്പാട് കോളേജിൽ യത്തീംഖാനൊക്കെ ഒരാൾ സ്വത്ത് വഖഫ് ചെയ്ത് തന്ന്, അത് MESന്റെ കയ്യിലിരിക്കുകയാണ്. അതിലെ കരാർ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പ്രോഫിറ്റ് ഇല്ലാത്ത വല്ല കാര്യം ചെയ്യണമെങ്കിൽ, രണ്ടത്താണിയുണ്ട് അദ്ദേഹത്തിന് കറക്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, അതായത് പ്രോഫിറ്റ് ഇല്ലാത്താണെങ്കിൽ നിങ്ങൾ വഖഫ് ബോർഡിനൊന്നും കൊടുക്കണ്ട. പ്രോഫിറ്റ് ഉണ്ടാവുന്ന വല്ല ബിൽഡിങ്ങോ മറ്റോ ഒക്കെ നിങ്ങൾ പണിത് അത് ഫോർ ഇതിന് എഡ്യൂക്കേഷനോ അതർ പർപ്പസിനൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7.5% നിങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ്. വഖഫ് ബോർഡിനായിട്ട് ഒരു ചുക്കുമില്ല. വഖഫ് ബോർഡിന് അന്യാധീനപ്പെട്ട് കിടക്കുന്ന ഇന്ത്യയുടെ വിഭജന കാലത്തൊക്കെ അവിടെ കിടന്നിരുന്ന കുറേ സ്വത്തുക്കൾക്ക് അവരുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒറ്റ ചോദ്യമുള്ളൂ, വഖഫ് ബോർഡിൻ്റെ കാര്യപ്പെട്ട ഒരു സ്ഥാപനത്തിൻ്റെ പേരൂടെ പറയണം. ഏതാണ് സ്ഥാപനം? അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആണോ? മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി ആണോ? ഇതാണല്ലോ ഏറ്റവും പ്രബലമായ. ഡോക്ടറെ, ഈ പറയുന്ന എന്തെങ്കിലും ലാഭമുണ്ടെങ്കിലാണ് അതിന്റെ ഒരു വിഹിതം കൊടുക്കേണ്ടത്. അങ്ങനെ അല്ലാത്ത കാര്യങ്ങളുണ്ട് എന്നിപ്പോ ഈ MESന്റെ ഉദാഹരണമൊക്കെ വെച്ചുകൊണ്ട് താങ്കൾ പറയുകയുണ്ടായി. പക്ഷേ കേരളത്തിൽ മാത്രമായി അല്ലല്ലോ ഇപ്പൊ ഇത് ബാധിക്കാൻ പോകുന്നത്, രാജ്യതലത്തിലാണ്. അപ്പോൾ വരുന്ന വിവരങ്ങളുണ്ട്, ആസ്തിയും വരുമാനവും തമ്മിൽ ഉള്ള പൊരുത്തക്കേട് കൃത്യമായി ഇതിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നു എന്നത്, കൃത്യമായ ഓഡിറ്റിംഗ് സംവിധാനം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നത്, അപ്പോൾ കുത്തഴിഞ്ഞൊരു നിലയാണ് ഇതിനുള്ളത് എന്നത്. ഇത് റിജിജു മാത്രം പറയുന്നതല്ല, 76-ലെ എൻക്വയറി റിപ്പോർട്ട് അടക്കം എടുത്തു വെച്ചുകൊണ്ടാണ് പറയുന്നത്. അന്നത്തെ ആ റിപ്പോർട്ടിൽ 76-ലെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മുത്താവാലീസ ഇത് കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്ന്. അതുപോലെ തന്നെ ട്രൈബ്യൂണൽ ഒഴിവാക്കണം, അത് ഫലപ്രദമല്ല, കാരണം ഇപ്പോൾ തന്നെ 19,207 കേസുകൾ പെൻഡിംഗ് ആണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓഡിറ്റ് സംവിധാനം അടക്കം മാറണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് മമ്പാട് അനുഭവം മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തുള്ളത്. അതിനുള്ള മറുപടിയോ? അതിന് മറുപടി ഞാൻ പറഞ്ഞുതരാം. ഇത് ഒരുപാട് ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഇതുമാതിരി കുത്തഴിഞ്ഞമാതിരി വന്നിട്ട് ഗവൺമെൻറ്റുകൾ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ ആ ഗവൺമെൻറ് ഇടപെട്ട് വെച്ച് ഞാൻ ഒരു ഉദാഹരണം പറയാം. തിരുമല തിരുപ്പതി ദേവസ്വം, അതിൽ പണം ആദ്യകാലത്തൊക്കെ തോന്നിയ വിധത്തിലായിരുന്നു. എന്നിട്ട് എന്തുണ്ടായെന്ന് ഞാൻ പറഞ്ഞുതരാം. 44 നോൺ ഹിന്ദുസിനെ അവരെ നിയമിച്ചു. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായപ്പോൾ ക്വസ്റ്റ്യൻ വന്നു, അദ്ദേഹം ക്രിസ്ത്യാനിയാണ്, മനസ്സിലായോ, റെഡ്ഡി എന്ന് പേരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരൊക്കെ അങ്ങനെ പിരിച്ചു വിട്ടു, മനസ്സിലായി. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ സംവിധാനങ്ങളും, ക്ഷേത്രങ്ങളായാലും മറ്റുള്ളതായാലും ഗുരുദ്വാരകളായാലും, ഇപ്പോൾ ചർച്ചിൻ്റെ പ്രശ്നം നടക്കാൻ അറിയില്ല നിങ്ങൾക്ക്. കൊച്ചിയിൽ ചർച്ച് ഇപ്പം നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ആലഞ്ചേരി പിതാവിനെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം കോടതി വഴി നടപ്പാക്കാം, അല്ലെങ്കിൽ അതൊരു ട്രിബ്യൂണൽ വഴി നടപ്പാക്കാം. പക്ഷെ അതിൽ മറ്റൊരു, ഞാൻ പറയട്ടെ, ഞാൻ പോയിട്ട് ആലഞ്ചേരി പിതാവിന്റെ കാര്യത്തിൽ പോയി ഇടപെടുവോ? ഞാൻ പോയിട്ട് ജേക്കബൈറ്റ് ചർച്ചിന്റെ കാര്യത്തിൽ 2013 ഭേദഗതി പ്രകാരം കോടതിയിലേക്ക് പോകാൻ കഴിയില്ല എന്ന് പറയുന്നു. അധികാരം ദുഷിപ്പിക്കും, പരമമായ അധികാരം പരമമായി ദുഷിപ്പിക്കും എന്ന് പറയുമ്പോൾ, അല്ലല്ല ഒരു സെക്കൻഡ്, 2013 ഭേദഗതി പരമാധികാരമാണെങ്കിൽ അത് പരമാവധി ദുഷിപ്പിക്കും സംവിധാനത്തെ.
കേക്ക് ഞാൻ പറഞ്ഞുതരാം, അത് തെറ്റാണ്. ഞങ്ങളുടെ തന്നെ ഒരു വഖഫ് പ്രോപ്പർട്ടിയിൽ പ്രശ്നമുണ്ടായിട്ട് എന്നെ കോടതിയിൽ വിളിച്ചുകൊണ്ടുപോയല്ലോ. ഞാൻ അതിന്റെ എവിഡൻസ് തരാമല്ലോ. 2013 ഭേദഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുഴപ്പമായി ചൂണ്ടിക്കാട്ടുന്നത് ഇതാണ്. അപ്പൊ അത് അസത്യമാണെന്നാണോ? കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന് അതിൽ വ്യവസ്ഥയുണ്ടെന്ന് പറയുന്നു. അല്ല, അങ്ങനെയല്ല. അല്ല, അസത്യം എന്നല്ല. അതിനൊക്കെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. ഇത് ആർക്ക് കൊടുത്തതാണ്, അത് വേറൊരാൾ ഏറ്റെടുത്തതാണോ, അതൊക്കെ കൂടെ വെച്ചിട്ടാണ്. അതായത് ഇവരെടുത്ത് റെന്റിന് എടുത്ത് കൊടുക്കും. അപ്പം നമ്മുടെ കേസിൽ എന്താണെന്ന് വെച്ചാൽ റെന്റിന് എടുത്ത് കൊടുത്താൽ ഞങ്ങളെ പിടിച്ചുകൊണ്ടുപോയി. ഞങ്ങൾക്ക് കിട്ടിയതല്ല വഖഫ്, ഞങ്ങൾ റെന്റിനെടുത്താണ്. അതൊക്കെ അദ്രാണെനിക്ക് അറിയാം അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം പറട്ടെ, നമ്മൾ കണ്ട സംവിധാനം 1991 പ്രൊട്ടക്ഷൻ ഓഫ് മോണിമെന്റ്സ് ബില്ല് വരെ ഇവിടെ, റിലീജിയസ് പ്ലേസസ് ബില്ല് വരെ ഇവിടെ ചലഞ്ച് ചെയ്ത് നിൽക്കുകയാണ് അലഹാബാദ് ഹൈക്കോർട്ടിലടക്കം. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ വഖഫ് ബോർഡിന് എല്ലാ പവേഴ്സും ഉണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. അതിനുശേഷം വരെ നടന്നിട്ടുള്ള നിയമ പോരാട്ടങ്ങളാണ് ഞാൻ. പക്ഷേ ഞാൻ 100% ഞാൻ വേണുവിനോട് യോജിക്കുന്നു. വഖഫ് ബോർഡ് അതിലെ പല തിരിമറിയും വഖഫ് ബോർഡിലല്ല, ഔക്കാഫ് ചെയ്ത ആൾക്കാർ തിരിമണി ചെയ്തിട്ട് അതിനെ വഖഫ് ബോർഡ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിലൊന്നുമില്ല, നോർത്ത് ഇന്ത്യയിൽ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്രയധികം സ്വത്തുക്കളുള്ള ഇവർക്ക് വരുമാനം എന്താ ഇത്ര കുറവായിട്ട് കാണുന്നത്? ഇവരെ വരുമാനം കാണിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് എത്ര 200 കോടി രൂപ അങ്ങാണ്ടാണ് കാണിച്ചിരിക്കുന്നത്. എത്ര കോടി ഇതുണ്ടാവുന്നു? അപ്പം അതിൽ അഴിമതി ഉണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് തർക്കമല്ല. പക്ഷെ അഴിമതിക്ക് നമ്മൾ അയക്കുന്ന ടീമിനെ, മനസ്സിലായില്ലേ, അതിനെ പരിശോധിക്കാൻ അയക്കുന്ന ടീമിനെ, അതിനെ മോണിറ്റർ ചെയ്യാൻ അയക്കുന്ന ടീമിനെ, അത് ഈ രാജ്യത്തിൻ്റെ മതേതര സങ്കല്പങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ടീമിനെയാണ് അയക്കുന്നത് അതിനെ മോണിറ്റർ ചെയ്യാനായിട്ട്. അതേമാതിരി തന്നെ അതിന് സംവിധാനത്തിന് മോണിറ്റർ ചെയ്യാൻ അയക്കുന്ന കളക്ടറുടെ കയ്യിലോട്ട് ഇത് കൊടുക്കണമെന്ന് ശരിയാണ്. അതിനെല്ലാം ഇവിടെ എല്ലാം നിയമപരമായിട്ട് കോർട്ടിലൂടെ കൊണ്ടുവരാലോ, അതിന് കോടതിക്ക് അധികാരങ്ങൾ കൊടുക്കാമല്ലോ. അതിനെപ്പറ്റിയാണ് നമ്മൾ ആരും വിരോധം പറയില്ല. ശരി ശരി ശരി. വഖഫും വരുതിയിലേക്ക് വന്ന എൻകൗണ്ടർ ചർച്ച തുടരുകയാണ്. ശ്രീ രണ്ടത്താണി, അങ്ങൊക്കെ പറയാമെന്ന കാര്യം പറയാം. അതിനു മുമ്പ് ഒരു ചെറിയ ചോദ്യമുള്ളത്. ഇതിനകത്ത് ഈ പ്രധാനമായും പറയുന്നത് ഫെഡറൽ സംവിധാനത്തെയും അതുപോലെ തന്നെ ഭരണഘടനയും ലംഘിക്കുന്നതാണ് ഈ ഭേദഗതി എന്നാണ്. റിജിജു പറഞ്ഞ 2 കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താം. രണ്ടിനെയും തള്ളിക്കളയുന്ന വസ്തുതകളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഈ ഭരണഘടനാ വിരുദ്ധമെന്ന് പറയുന്നുണ്ടല്ലോ, അവിടെയാണ് ഈ ബ്രഹ്മചാരി സിദ്ധേശ്വർ ഭായ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബംഗാൾ. അതിൽ സുപ്രീം കോടതിയുടെ 95 വിധി വരുന്നത്. അതിൽ വഖഫ് ബോർഡ് ഡസൻ ഫോൾ വിത്തിൻ ദ പെർവ്യൂ ഓഫ് ആർട്ടിക്കിൾ 25, 26 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു. 25 എന്താണ്? ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ഫ്രീ പൊസഷൻ, ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലിജിയൻ. 26 എന്ന് പറയുന്നത് എന്താണ്? ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. രണ്ടും ഭസ്മമായി പോവുകയാണ്. ഇനി അടുത്തത് ഫെഡറൽ സംവിധാനത്തെ ലംഘിക്കുന്നു എന്നത്. അവിടെയാണ് ഈ കൺകറന്റ് ലിസ്റ്റിലെ എൻട്രി 10ഉം എൻട്രി 28ഉം ചൂണ്ടിക്കാട്ടിയിട്ട് റിജിജു പറയുന്നത് അത് കൺകറന്റ് ലിസ്റ്റിലാണ്, അതുകൊണ്ട് ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസ് കേന്ദ്ര സർക്കാരിനാണ് എന്ന്. ഇതിനടക്കമുള്ള മറുപടി അല്ല, ഇതിൽ വരുന്ന ഞാൻ സത്യത്തിൽ മെറിറ്റിൽ നിന്ന് ഒരുപാട് ഇവിടെ ചർച്ച പോവുകയാണ്. ഇതിൽ പറയുന്ന 1-2 കാര്യങ്ങൾ. ഒന്ന്, ഒരാളുടെ മതപരമായി അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായാണ് അവൻ വഖഫ് ചെയ്യുന്നത്. എനി പേഴ്സൺ ഓഫ് എനി മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന വേർഡിന് പകരം എനി പേഴ്സൺ പ്രാക്ടീസിങ് ഇസ്ലാം ഫോർ അറ്റ്ലീസ്റ്റ് 5 years ഓഫ് മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് എഴുതുകയാണ്. 5 വർഷമെങ്കിലും ഒരാൾ മതവിശ്വാസം എന്ന് പറയുന്നത് ഏത് ദിവസവും ആൾക്ക് തീരുമാനിക്കാം എൻ്റെ മതം ഏതാണെന്ന്. മതവിശ്വാസിക്ക് അവൻ്റെ വിശ്വാസത്തിന് ഒരു കാലപരിധി നിർണ്ണയിക്കാൻ പാടുണ്ടോ? ഇതിലെ സെക്ഷൻ 3 ക്ലോസ് 9 പറയുന്നൊരു കാര്യമാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതേതാണെന്ന് ചോദിച്ചാൽ, എനി ഗവൺമെൻറ് പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈഡ് ഓർ ഡിക്ലെയർഡ് ആസ് വഖഫ് പ്രോപ്പർട്ടി ബിഫോർ ഓർ ആഫ്റ്റർ ദി കമൻസ്മെൻറ്റ് ഓഫ് ദിസ് ആക്ട് ഷാൾ നോട്ട് ബി ഡീംഡ് ടു ബി എ വഖഫ് പ്രോപ്പർട്ടി. അതായത് ഗവൺമെൻറ് ഏറ്റവും വലിയ അഗ്രോച്ചറായി മാറുകയാണ്. കാരണം ഗവൺമെൻറ്റാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. കാരണം നമ്മളിത് കാണേണ്ടത് ഗവൺമെൻറ്റും വഖഫ് ബോർഡും തമ്മിലുള്ളൊരു വിഷയം വരുന്നിടത്ത് അത് അന്തിമമായിട്ട് ഗവൺമെൻറ്റാണ് അതിൽ വിജയിക്കേണ്ടത് എന്ന് വന്നാൽ അത് എത്തി നിൽക്കുന്ന അവസ്ഥ എന്താകും? കലക്ടറാണ് ഡിസിഷൻ എടുക്കുന്നത്. ഇത് വളരെ കൃത്യമായി ഇതിൽ പറയുന്ന വ്യക്തമായി കാര്യങ്ങൾ പഠിച്ച് എന്തുകൊണ്ട് ഇതിൽ അപാകതയുണ്ട് എന്ന് പറയുന്നതിനുള്ള ചില കാരണങ്ങളാണ് പറയുന്നത്. കലക്ടർക്ക് അധികാരം പൂർണ്ണമായി കൊടുക്കുകയാണ്. അതില്ലെന്ന് പറഞ്ഞുകൂടാ. അതില്ല എന്ന് പറയാൻ കഴിയില്ല. സെക്ഷൻ 40 ഓഫ് പ്രിൻസിപ്പൽ ആക്ട് ഈസ് വിത്ത് റിഗാർഡ് ടു ഡിസിഷൻ ഓഫ് ഇറ്റ് എ പ്രോപ്പർട്ടി ഓഫ് വഖഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് അത് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. കലക്ടർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു മതസ്ഥൻ ഒരിക്കലും ഈ രാജ്യത്ത് ഒരു പള്ളിക്ക് ദാനം ചെയ്യാൻ പാടില്ല, വഖഫിന് ദാനം ചെയ്യാൻ പാടില്ല. കാരണം സെക്ഷൻ 104 പ്രിൻസിപ്പൽ ആക്ട് ഒമിറ്റഡ് ദി സെക്ഷൻ 104 ഈസ് വിത്ത് റിഗാർഡ് ടു അപ്ലിക്കേഷൻ ഓഫ് ആക്ട് ടു പ്രോപ്പർട്ടീസ് given or donated by the person not professing Islam for support of certain വഖഫ്. ഇതെന്താണ് ന്യായം?
ഇന്ത്യ പോലുള്ള രാജ്യത്ത് അമുസ്ലിമായ ഒരാൾ ഒരിക്കലും തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഒരു നിയമത്തിൽ എഴുതി വെച്ചാൽ അതിൻ്റെ പേരെന്താണ് വേണം? ഇത് ഇന്ത്യ രാജ്യത്താണ് ചെയ്യുന്നത്. എത്ര മുസ്ലിങ്ങൾ ദാനം ചെയ്ത ക്ഷേത്രങ്ങളുണ്ട് എൻ്റെ നാട്ടിലറിയാം, മങ്കടയിലടക്കമുണ്ട്. ഹിന്ദുക്കൾ ദാനം ചെയ്ത പള്ളിയുണ്ട്. നിങ്ങൾ പൊന്നാനിയിൽ വന്നാൽ അറിയാം, അവിടെ നിങ്ങൾക്കറിയാം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ വളരെ കൃത്യമായി അറിയുന്ന രാജ്യമല്ലേ ഇന്ത്യ. മുണ്ടക്കയിൽ ഒരു മദ്രസ ക്ലിനിക്കായി പ്രവർത്തിച്ചു ഈ ദിവസങ്ങളിൽ. ഇവിടെ ജാതി നോക്കിയിട്ടും അല്ലെന്നേ, മുണ്ടക്കയിൽ തകർന്നുപോയ ഭാഗികമായി തകർന്ന ഒരു മദ്രസ ക്ലിനിക്കായി പ്രവർത്തിച്ചു. ഇതാണ് ഞാൻ പറയുന്നത്. ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ എന്ന് മാത്രമല്ല, അവസാനം ഇതിൻ്റെയൊക്കെ അന്തിമ ഒരു രാജ്യത്ത് നേരത്തെ പറഞ്ഞ ഫെഡറൽ സ്വഭാവം എങ്ങനെ നഷ്ടപ്പെടുമെന്നല്ലേ ഇവിടെ പറയുന്നത്. റൂൾസ് ക്യാൻ ബി ഫ്രെയിംഡ് ഓൺലി ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ബൈ ദി ബോർഡ്. ഗ്രാബിംഗ് ദി പവർ ദി യൂണിയൻ ഗവൺമെൻറ് ഈസ് നോട്ട് ജസ്റ്റിഫയബിൾ അറ്റ് ആൾ. ഇതെന്താ ഇതിൽ വേണ്ടത്? പിന്നെ രാജ്യത്ത് ഫെഡറൽ സ്വഭാവം നഷ്ടപ്പെട്ടിട്ടില്ലേ? ഈ നിയമം നിങ്ങൾ പഠിക്കുക. ഈ നിയമത്തിൽ എല്ലാ നിലയിലും പരിശോധിച്ചാൽ അപാകതകളുണ്ട്. അതുപോലെ തന്നെ മതപരമായി നേരത്തെ പറഞ്ഞു ഇത് അമുസ്ലിങ്ങളായ അംഗങ്ങൾ ഉണ്ടാകണം. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പോൾ ദേവസ്വം ബോർഡിൽ ഏതെങ്കിലും മതവിശ്വാസികളായ ആളുകൾ പോലും കടന്നു വരാൻ പാടില്ല എന്നല്ലേ നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ചർച്ചകളൊക്കെ, കഴിഞ്ഞ വർഷമൊക്കെ നടത്തിയ ചർച്ചകൾ. അതൊക്കെ വിശ്വാസപരമായ കാര്യങ്ങളല്ലേ? എന്ന് മാത്രമല്ല, എനിക്ക് പിഴവുണ്ടെങ്കിൽ തിരുത്തണം എന്നെ, ദേവസ്വം കേസുകൾ നോക്കാൻ ദേവസ്വം ബെഞ്ച് അത് ഹിന്ദു നാമധാരികളായ ന്യായാധിപന്മാരാണ് അതിലുള്ളത്, ശരിയല്ലേ? നോക്കട്ടെ, ആരും നോക്കട്ടെ. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഡോക്ടർക്ക് മനസ്സിലാക്കാണല്ലോ. ഡോക്ടറെ, ദേവസ്വം ബെഞ്ച് എന്ന് പറയുന്നത് ഹിന്ദു നാമധാരികളായ ന്യായാധിപന്മാരുള്ള ബെഞ്ചല്ലേ? ഇനി ഡോക്ടറെ വളരെ ചുരുക്കി, ഞാൻ എന്നിട്ട് എനിക്ക് PR ലേക്ക് പോകണം. ഡോക്ടറെ വളരെ ചുരുക്കി, ഈ ആർട്ടിക്കിൾ 25, 26 ഭസ്മമാകും 95 സുപ്രീം കോടതി വിധി പ്രകാരം എന്ന് പറയുന്നതും ഈ എൻട്രി 10ഉം എൻട്രി 28ഉം ഇത് കൺകറന്റ് ലിസ്റ്റിലാണെന്ന് പറയുന്നതും. അല്ല, പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ ഒരിക്കൽ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു തർക്കം നടന്നു. കേരളത്തിലെ ദേവസ്വം ബോർഡിൽ കമ്മ്യൂണിസ്റ്റ് MLA-മാർ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അത് ശിവശങ്കറിന് അറിയാലോ തർക്കം എന്തായിരുന്നുള്ളൂ. ഇവർ വിശ്വാസികളല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു തമാശ. അടുത്ത തമാശ എന്താണെന്ന് വെച്ചാൽ, വിശ്വാസിയല്ലാത്ത സ്റ്റാലിൻ ആണ് തീരുമാനിക്കുന്നത് എന്തെന്ന് SC/ST അവിടെ ഇതിൽ പെടുത്താന്ന്. ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നതിന് കാരണം എന്താ? അതേമാതിരി തന്നെ വിശ്വാസി അല്ലാത്ത സിദ്ധരാമയ്യ. അപ്പോൾ ഇത് സമ്മതിച്ചു കൊടുക്കുന്നതിന് കാരണം എന്താ വെച്ചാൽ, അവിശ്വാസിയും ഹിന്ദുവാണ് എന്നുള്ള ഹിന്ദു കൺസെപ്റ്റാണത്. നിരീശ്വരവാദിയും ഹിന്ദുവാണ് എന്നുള്ള ഹിന്ദു കൺസെപ്റ്റാണ് അത്. ഞങ്ങൾക്ക് ആ കൺസെപ്റ്റ് ഇല്ല ഞങ്ങളുടെ മതത്തിൽ. പക്ഷേ ആ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് തന്നെ ഇവരെ ശരി ഡോക്ടറെ, ഞാൻ ഒരു കാര്യം കൂടെ, ഇനി കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി ഒറ്റ കാര്യം പറയാം. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ഒറ്റ പോയിന്റ്. കമ്മ്യൂണിസ്റ്റുകാരായ കരീമോ അല്ലെങ്കിൽ പാലോളിയോ അവർ മരിച്ചാൽ അവരെ ഞങ്ങളുടെ മുസ്ലിം ഖബർസ്ഥാനിൽ തന്നെയാണ് ഖബറടക്കുന്നത്. അവിടെ അതാണ് നമ്മുടെ സിറ്റുവേഷൻ. അവർ മുസ്ലിങ്ങളാണെന്ന് പറയുന്നില്ല, അവർ തന്നെ പറയുന്നു അല്ലാന്ന്. പക്ഷേ ഖബറടക്കുന്നത് അങ്ങനെയാണ്. അവർ കല്യാണം കഴിക്കുന്ന അവരുടെ മതത്തിനായിരിക്കും. അപ്പോൾ ഇത് എന്താ വെച്ചാൽ, മതം എന്ന് പറഞ്ഞാൽ സംസ്കാരം കൂടിയാണ് നമ്മുടെ രാജ്യത്ത്. ശരി എനിക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട. അവസാനമായി PR ലേക്ക് പോകണം. PR ഇവിടെ ചൂണ്ടിക്കാട്ടപ്പെട്ട ഡോക്ടറായാലും ശ്രീ രണ്ടത്താണിയാലും ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ 10 കൊല്ലം നിങ്ങൾ പഠിച്ച ഒരു വിഷയത്തിലാണ് ഈ ലൂപ്പ് ഹോൾസ് എല്ലാം ഇങ്ങനെ നിരനിരയായിട്ട് ഇവർ പറയുന്നത്. അതിനുള്ള മറുപടി. പിന്നെ ഒറ്റ കാര്യം കൂടി, ഈ മാഫിയകൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഈ ഭൂമി എല്ലാം എന്ന് റിജിജു പറയുകയുണ്ടായല്ലോ. 2019 നവംബറിലാണ് അയോധ്യ വിധി വരുന്നത്. 2019 നവംബർ മുതൽ 2024 മാർച്ച് വരെ ഇന്ത്യൻ എക്സ്പ്രസ് നടത്തിയ അന്വേഷണത്തിൽ ഈ അയോധ്യയുടെ ചുറ്റളവിൽ ഏത് മാഫിയാണ് ഭൂമി പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നതിൻ്റെ വിവരങ്ങൾ വന്നു. നിങ്ങളുടെ അരുണാചൽ ഉപമുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ മുതൽ MLA-മാർ, ഉദ്യോഗസ്ഥർ, പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട അദാനി വരെ വാങ്ങിക്കൂട്ടി. എന്നും മാത്രമല്ല, ഈ കാലയളവിൽ ആ ഭൂമിയുടെ അടിസ്ഥാന വില ഉയർത്തിയില്ല. അങ്ങനെ ഇവർ വന്ന് വേഗം ഭൂമി വാങ്ങുന്നു, ഉടനെ തന്നെ വേഗം മറിച്ചു വിൽക്കുന്നു, അങ്ങനെ കോടികൾ സമ്പാദിക്കുന്നു. ആ മാഫിയയിലേക്ക് കൂടെ പോകണ്ടേ അങ്ങനെയെങ്കിൽ അന്വേഷണം? മതിയായ സമയം തരുമെങ്കിൽ ഞാൻ ഓരോ വിഷയവും ഞാൻ പറയാം. ഒന്ന്, ഇപ്പോൾ അവസാനം താങ്കൾ പറഞ്ഞ കോടതി ദേവസ്വം ബെഞ്ച് ഹിന്ദുക്കൾ മാത്രമാണോ എന്നുള്ള ചോദ്യം പെട്ടെന്ന് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും. പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ ഈ സെമി ക്വാസി നിയമം പ്രകാരം 2013 വെച്ച നിയമപ്രകാരം അവിടെ ഇഷ്യൂ ഉള്ളത് ഒരു മുസ്ലിമും ഒരു അമുസ്ലിമും തമ്മിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് OS 42/2099 ഈ വഖഫ് ബോർഡും ഒരു ദേവസ്വം ഇവിടുത്തെ മലബാറിലെ ഒരു ദേവീ ക്ഷേത്രവും തമ്മിലുള്ള കേസുണ്ട്. അതേപോലെ തന്നെ 145/2017
വഖഫ് ബോർഡും വേറൊരു ക്ഷേത്രവും തമ്മിലുള്ള കേസുണ്ട്. ഇത്തരം കേസുകൾ വഖഫ് ബോർഡിൽ നടക്കുമ്പോൾ അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആളുകൾ മാത്രം ഇരുന്ന് കേട്ടുകൊണ്ട് ആ ബോഡി തീരുമാനിക്കുന്നതാണോ മതേതരത്വവും ഭരണഘടനയ്ക്ക് കൂടുതൽ മൂല്യം ചെയ്യുന്നത്? ഡോക്ടറും അതേപോലെ രണ്ടത്താണി നിശ്ചയിക്കട്ടെ. അതിൽ മറ്റൊരാൾ വന്ന് തീരുമാനമെടുക്കുമ്പോൾ കേൾക്കണമെങ്കിലും പാടില്ല എന്നുള്ള നിർബന്ധം എന്തുകൊണ്ടാണ്? രണ്ട്, അദ്ദേഹം പറഞ്ഞു 1 വർഷം അല്ലെങ്കിൽ 1 ദിവസമെങ്കിലും മുസ്ലിമായ ആളുകൾക്ക് എന്തുകൊണ്ട് വഖഫിലേക്ക് ദാനം ചെയ്യുവാൻ അനുവദിക്കാൻ പാടില്ല എന്ന്. അത്തരത്തിൽ 1 ദിവസത്തേക്ക് മതം മാറിക്കൊണ്ട് വഖഫിലേക്ക് ദാനം മാറി ആ സ്ഥലങ്ങൾ കോർപ്പറേറ്റ് കമ്പനിക്ക് വിറ്റുകൊണ്ടും അല്ലെങ്കിൽ ദീർഘദൂരം നടത്തിക്കൊണ്ടുമുള്ള കോർപ്പറേറ്റ് തട്ടിപ്പുകളെ വെച്ച് കർണാടകയിൽ 2 ലക്ഷം കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞത് കോൺഗ്രസ് സർക്കാർ തന്നെയല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നില്ലേ? അത് 1 ദിവസം മതം മാറിക്കൊണ്ട് ആ സ്ഥാപകൻ നൽകുന്ന സ്ഥലങ്ങൾ മുഴുവൻ മറ്റു രീതിയിൽ കോർപ്പറേറ്റുകൾക്ക് നൽകുന്ന തെളിവുകളടക്കമല്ലേ ധാരാളം പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളും ഈ പേരിൽ 1 ദിവസത്തെ മതം മാറ്റത്തിന്റെ പേരിൽ നടക്കുന്നു എന്നുള്ളത് താങ്കൾ അറിയുന്നില്ല എന്ന് പറയരുത്. മൂന്നാമത്തെ കാര്യം, ഡോക്ടർ പറഞ്ഞത് മൈക്രോ മൈനോറിറ്റിക്ക് അവകാശം നൽകുന്നതിലുള്ള എതിർപ്പ് ഭംഗ്യന്തരൻ അദ്ദേഹം പറഞ്ഞു. അപ്പോ ഒരു മതം സ്ഥാപനത്തിൽ അവിടെ മൈനോറിറ്റി എത്ര ചെറുതായാൽ ഞങ്ങൾ തരില്ല എന്നുള്ള വാശി, അത് MES-നെ പോലുള്ള ഒരു മഹത്തായ സംഘടനയുടെ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് സ്വന്തം മതസ്ഥാപനത്തിലെ മൈനോറിറ്റിയെ നിർബന്ധമായും മാറ്റി നിർത്തണമെന്നുള്ള ഒരു ബോധം, അത് അവബോധം മനസ്സിൽ നിന്ന് വരുന്നത് തീർച്ചയായും അംഗീകരിക്കാൻ പറ്റില്ല. മൈനോറിറ്റികൾക്ക് എല്ലാവർക്കും വരട്ടെ, മൈനോറിറ്റിയിലെ മൈക്രോ മൈനോറിറ്റികൾക്കും ആ അവകാശം നൽകുന്നതിനെ കുറിച്ച് താങ്കൾക്ക് ഇത്രയേറെ ഒരു എതിർപ്പും ദേഷ്യവും ഉണ്ടാവുന്നത് ഞാൻ താങ്കളിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 3, താങ്കൾ അവസാനം വേണു പറഞ്ഞല്ലോ ഈ വലിയ ലോബിയെ കുറിച്ചൊക്കെ. കർണാടകയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 ലക്ഷം കോടിയുടെ തട്ടിപ്പ്, അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമം മുഴുവൻ ഞങ്ങളുടേതാണെന്ന് പറയുന്നു. എന്തിന്? ഇന്നലെ താങ്കൾ ഈ വലിയ ഡീറ്റെയിൽ ഒക്കെ തപ്പിയല്ലോ വേണു. ഇന്നലെ മധ്യപ്രദേശ് കോടതി പറഞ്ഞല്ലോ ഇനി നിങ്ങൾ താജ്മഹലും കൂടെ ചോദിക്കുമല്ലോ, മുസ്ലിം മോണമെന്റ്സ് അതല്ലെങ്കിൽ ഈ പഴയ കാലത്തെ മോണമെന്റ്സ് മുഴുവൻ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് മധ്യപ്രദേശ് സർക്കാരിന്റെ മുൻപിലും അതുപോലെ തന്നെ കോടതിയുടെ മുൻപിലും അവിടുത്തെ വഖഫ് ബോർഡ് നൽകിയ കേസ് വലിച്ചെറിഞ്ഞുകൊണ്ട് അവിടുത്തെ മധ്യപ്രദേശ് ഹൈക്കോടതി പറഞ്ഞു ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയാൽ നാളെ രാജ്യം മുഴുവൻ നിങ്ങളുടേതാന്ന് പറയുമല്ലോ എന്ന്. അത്തരത്തിൽ ഇവിടുത്തെ വഖഫ് ബോർഡുകൾ നിയന്ത്രണാതീതമായി മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം, കേരളത്തിലല്ല, മധ്യപ്രദേശ് കോടതി അങ്ങനെ വഖഫുകാർ മാത്രം വന്നൊരു തെറ്റായ അവകാശവാദം ഉന്നയിച്ചു പോയ നീതിന്യായ സംവിധാനമാക്കി മാത്രം ചുരുക്കണ്ട. അങ്ങനെ മാത്രം ചുരുക്കണ്ട. ഈ പറയുന്ന RSSലേക്ക് സർക്കാർ ജീവനക്കാർക്ക് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിപ്പോ വന്നല്ലോ വിജ്ഞാപനം. അതേപറ്റി മധ്യപ്രദേശ് ഹൈക്കോടതി പറഞ്ഞ കൂടെ അങ്ങയുടെ ഓർമ്മയിൽ ഉണ്ടാകണം. ഇത്ര വിഖ്യാതമായ സംഘടനയാണ്. ആ സംഘടനയുമായി ബന്ധപ്പെട്ട് നേരത്തെ വേണ്ടതായിരുന്നു. ഇത് ആഭ്യന്തര വകുപ്പിന്റെ ഈ പറയുന്ന വെബ്സൈറ്റിൽ ഇത് പ്രാധാന്യത്തോടെ കൊടുക്കണം. അങ്ങനെയൊക്കെ പറയുന്ന നീതിന്യായ സംവിധാനത്തിന്റെ രാഷ്ട്രീയ താല്പര്യം എന്താണ് എന്ന് നമുക്കറിയാം. അല്ലെന്നേ ഇതിനേക്കാൾ വലിയ അഴിമതി വിരുദ്ധത പറഞ്ഞ ബംഗാളിലെ ജഡ്ജി ഇപ്പൊ നിങ്ങളുടെ MP ആണ്. ഇതിനേക്കാൾ വലിയ അഴിമതി വിരുദ്ധത പറഞ്ഞ ബംഗാളിലെ ജഡ്ജി ഇപ്പോൾ നിങ്ങളുടെ MP ആണ്. വേണു മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ വിധിയെക്കുറിച്ച് മധ്യപ്രദേശിൽ ഹൈക്കോടതിയിലെ തന്നെ മറ്റൊരു നിരീക്ഷണമാണ് ഞാനും പറഞ്ഞത്. RSSന്റെ മഹത്വം പറയുന്ന ജഡ്ജിമാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കൃഷ്ണയ്യരെ നിങ്ങൾ ചോദ്യം ചെയ്തോ? കൃഷ്ണയ്യരെ നിങ്ങൾ ചോദ്യം ചെയ്തു. മന്ത്രി അതുപോലെ ജഡ്ജുമായിരുന്നല്ലോ. കൃഷ്ണയ്യരെ CPM ഞാൻ പറഞ്ഞത് മധ്യപ്രദേശുമായി ബന്ധപ്പെട്ട് വഖഫിന്റെ കാര്യത്തിൽ മാത്രമല്ല ഓർക്കേണ്ടത്. RSSന് വേണ്ടി നാഗ്പൂരിനേക്കാൾ താല്പര്യത്തോടെ പ്രകീർത്തനം മുഴക്കുന്ന ഒരു ഭാഗം കൂടി അതേ നീതിന്യായ കോടതിക്കുണ്ടെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ശരി, വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻകൗണ്ടർ പ്രൈം അവസാനിക്കുന്നു.